ശക്തിയോട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുസഭയിലെ ആഗമന കാലം ആരംഭിക്കുകയാണ്. ക്രിസ്മസിനൊരുക്കമായി ചെറിയ നോൻപ് കാലം ആരംഭിക്കുകയാണ്. 25 നോൻപെന്ന് പറയും. അൾത്താരയിലെ തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ അടയാളമായ വയലറ്റ് കളറ് ഇന്നു മുതൽ ക്രിസ്മസ് വരെ ഉപയോഗിക്കുകയാണ് സഭ. നമ്മളെ തപസ്സിലേക്കും ആത്മീയ ഒരുക്കത്തിലേക്കും കാലത്തിൻ്റെ സൂചനയാണ്. പ്രത്യേക നിറഭേദങ്ങളിലൂടെ നമ്മളെ വെളിപ്പെടുത്തുന്നത്. ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു വസന്തകാലമാണ്. ഉടമ്പടി അതിൻ്റെ അനേകം പുതിയ പുതിയ ദൈവാനുഭവങ്ങളിലൂടെ മനുഷ്യർ ജനതയെ ആഘോഷിച്ച് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് അനുദിന സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സാക്ഷ്യങ്ങൾ ഓരോ വ്യക്തിയുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് സാക്ഷ്യങ്ങളുടെ സാധ്യത വെളിവാകുന്നത്. ഇപ്പം ഞങ്ങളെ പോലെയുള്ള സ്പിരിച്വൽ മെക്കാനിസ്റ്റുകൾ എപ്പോഴും ചെയ്യണത് വ്യക്തിയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഫോർമുല, സുവിശേഷ സൂത്രവാക്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും അതിൻ്റെ ടിപ്സ് പറഞ്ഞു തരും. കൂടുതൽ ബുദ്ധിയുള്ളവരും ആധ്യാത്മികമായ ചൈതന്യമുള്ളവർ അതെല്ലാം ആപ്ലിക്കേറ്റ് ചെയ്യും. അല്ലാത്തവർ അതിൻ്റെ ഓപ്പറേഷൻ ലെവൽ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. രണ്ട് തരത്തിലാണ് മനുഷ്യർ ആധ്യാത്മികതയെ കാണുന്നത്. ചിലർ ഓപ്പറേറ്റ്, ഇപ്പം ചില നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ നാട്ടുപുറങ്ങളിലൊക്കെ ഈ പൊടിമില്ലുകളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ മില്ലുകൾ, തടി അറുക്കുന്ന മില്ലുകൾ. അപ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ കാര്യങ്ങൾ ചിലപ്പോഴും അയാൾക്ക് അറിയത്തില്ലായിരിക്കും. അയാളെ സ്വിച്ച് ഓൺ ചെയ്യാൻ അറിയത്തുള്ളൂ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മോട്ടർ ഓൺ ചെയ്തിട്ട് ഗോതമ്പ് അരി ഇടുകയാണെങ്കിൽ അത് പൊടിച്ച് കിട്ടും. സിമ്പിൾ മെക്കാനിസം. ചില ആൾക്കാർക്ക് അതിൻ്റെ മെഷീൻ മെക്കാനിസം അറിയാം. ഇങ്ങനെ മെഷീൻ നിന്ന് പോയാൽ അവരതിനെ അഴിച്ച് പണിയും. ഉടമ്പടിയിലും ഈ രണ്ട് തരം ആൾക്കാരുണ്ട്. ചിലരിങ്ങനെ ഓപ്പറേറ്റർമാർ മാത്രമേ ഉണ്ട്. അവരിവിടുന്ന് പോകുന്നു, നീലത്തിൽ കത്തിക്കുന്നു, പച്ചത്തിൽ കത്തിക്കുന്നു, പ്രത്യക്ഷങ്ങൾ പ്രാർത്ഥന ചെല്ലുന്നു, ഓപ്പറേറ്റ് ചെയ്യുക മാത്രം ചെയ്യും. പത്ത കൊടുക്കാൻ പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ഉടമ്പടിക്ക് എന്തെങ്കിലും ഒരു കൂടുതൽ ഫലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ റീമോഡുലേറ്റ് ചെയ്യണമെന്നുള്ള മെക്കാനിസം അവർക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വരുന്നൊരു വിഷയം, ഇത്തിരി ബോധമുള്ളവരായിരിക്കണേ ഉടമ്പടി എടുക്കേണ്ടതെന്നുള്ളതാണ്.
ഇന്ന് വരെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരു അനുഭവജ്ഞാനം. ബോധമില്ലാത്തവർ ഉടമ്പടി എടുക്കുന്നത്, ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു വിഷയം നമ്മൾ ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. നമ്മൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, അല്ലേ? കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യുന്നത് ആരുമായിട്ടാണ്? പരിശുദ്ധ അമ്മയുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്? ഈശോയുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. പരിശുദ്ധ അമ്മ അതിൻ്റെ ഒരു സാക്ഷിയും മധ്യസ്ഥയുമാണ്. സാക്ഷിയുമാണ്, അതേസമയം തന്നെ മാധ്യസ്ഥയുമാണ്. സാക്ഷിയും മാധ്യസ്ഥയും മാത്രമല്ല, പിന്നെ ആരാണ്? പരിശുദ്ധ അമ്മ ഉടമ്പടിയുടെ ഒരു മാതൃകയുമാണ്. പക്ഷേ ഉടമ്പടിക്കാണ് പരിശുദ്ധ അമ്മ ഏറ്റവും ടോപ്പ് മോഡലും അതുപോലെ തന്നെ ഏറ്റവും വലിയ മാധ്യസ്ഥ്യമാകുന്നത്. ഉടമ്പടിയുടെ എല്ലാ മേഖലകളിലും നമ്മൾ മദറിനെയാണ് ഒരു മോഡലായിട്ട് അവലംബിക്കുന്നത്. പക്ഷെ മദറിനൊരു പ്രശ്നമുണ്ട്, നമ്മളും തമ്മിൽ ചെറിയൊരു പ്രോബ്ലമുണ്ട് മദറുമായിട്ട്. മദറിന് തെറ്റുകൾ സംഭവിക്കാത്ത കാരണം നമ്മളും മദറും തമ്മിലൊരു വ്യത്യാസം അതാണ്. മദറിന് ചില കാര്യങ്ങൾ, മദറിന് തെറ്റ് സംഭവിക്കാത്ത കാരണം തിരുത്തേണ്ടി വരുന്നില്ല. നമ്മൾക്ക് തെറ്റ് സംഭവിക്കുന്ന കാരണം തിരുത്തേണ്ടി വരുന്നു. ആ ഒരു വിഷയമുണ്ട്. എനിക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായത് അതാണ്. മദറിനെ മോഡലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആധ്യാത്മികമായ ഒരു ചെറിയ ശ്രദ്ധ വേണ്ടത്, മദറിന് തെറ്റ് സംഭവിക്കത്തില്ല, അതുകൊണ്ട് അവർക്ക് അമ്മയ്ക്ക് തിരുത്തേണ്ടി വരുന്നില്ല. നമ്മൾക്ക് തെറ്റ് സംഭവിക്കുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ തിരുത്തേണ്ടി വരുന്നു. ഉടമ്പടി തിരുത്തേണ്ടി വരുന്ന ഒരു വിഷയം ഇന്നലെ മുതൽ തന്നെ പുതിയ സന്ദേശങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ആഗമനകാലവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സന്ദേശങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇന്നലെ കുർബാനയ്ക്ക് കിട്ടിയ സന്ദേശങ്ങളെല്ലാം എൻ്റെ നോട്ട് ബുക്കിൽ കൊണ്ട് ഞാൻ എഴുതി 1.5 പേജോളം ഉണ്ട്. ഇന്നലെ തൊട്ട് സന്ദേശം വരാൻ തുടങ്ങി ആഗമനകാലത്തിൻ്റെ. ഉടമ്പടിയിൽ എന്തെങ്കിലും ഇപ്പം മദറിനെ സംബന്ധിച്ചിടത്തോളം മദറിനെ ഒരു മോഡലാക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് മദർ നമുക്ക് മോഡലാകാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? മദർ ഉടമ്പടിയിൽ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല, തെറ്റ് വരത്തില്ല അവർക്ക് ജീവിതത്തിൽ. അതുകൊണ്ട് അവർക്ക് തിരുത്തേണ്ടി വരത്തില്ല. നമുക്കങ്ങനെയല്ല. നമുക്ക് ഉടമ്പടി ചിലപ്പോൾ തെറ്റ് വരും, ചിന്താക്കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മുന്നോട്ടടിക്കുമോ, ശരിയാകുമോ ശരിയാകത്തില്ലയോ. ചില ആരും വിചാരിക്കും ഞാൻ ഉടമ്പടി ഉഴപ്പിപ്പോയില്ല, ഇനി ദൈവം എന്നെ അനുഗ്രഹിക്കുമോ. അപ്പോഴുള്ള അനുഗ്രഹത്തിലുള്ള കോൺഫിഡൻസ് ഉടമ്പടി ചിലർ ഉഴപ്പിക്കഴിയുമ്പോൾ പിന്നെയും കുഴപ്പത്തിൽ നെഗറ്റീവ് അടിക്കും അവർ. എന്താ കാര്യം? ഉടമ്പടി അവർ ഉഴപ്പിയെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ എന്നാൽ ഇനിയിപ്പോൾ ഉഴപ്പിപ്പോയില്ല, ഇനിയിപ്പോൾ അനുഗ്രഹം കിട്ടത്തില്ലായിരിക്കും, അതുകൊണ്ട് പിന്നെ അവർ ഉഴപ്പും, പിന്നെ അവർ അലംഭാവം കാണിക്കും. ചിലരതിന് അവർക്ക് മുൻകാല അനുഭവങ്ങളുള്ള കാരണം അവർ കാര്യമില്ല, എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിക്കും, ഞാനിനി അത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് സെൽഫ് എടുക്കും. അവർ തന്നെത്താൻ തന്നെ എടുത്ത് റിപ്പയർ ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകാതെ. ചില ആൾക്കാർ അവിടെ കിടന്നിട്ട് തെറ്റ് സംഭവിച്ചാൽ അവിടെ തന്നെ കിടക്കും, പിന്നെയും തെറ്റ് സംഭവിക്കും, പിന്നെ ഉടമ്പടിയിൽ നിന്ന് കുറഞ്ഞ് വരും. പല മനുഷ്യരാണ്. ഇപ്പോൾ എനിക്ക് ഇന്നലെ മെസ്സേജ് വന്നിരിക്കുന്നത് ഉടമ്പടി പശ്ചാത്താപവും നമ്മുടെ പശ്ചാത്താപവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞു. നമ്മുടെ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ കുമ്പസാരിക്കുകയും കാത്തലിക്സ് കുമ്പസാരിക്കുകയും വൈദികൻ കൽപ്പിച്ച് നൽകുന്ന പ്രായശ്ചിത്തങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമല്ലോ. പലപ്പോഴും വൈദികൻ കൽപ്പിച്ച് നൽകുന്നത് കാലികമായ ശിക്ഷയിൽ നിന്നുള്ള ഇളവിന് വേണ്ടി നമുക്കൊരു പ്രാർത്ഥനയായിരിക്കും പറഞ്ഞു തരണത്. പക്ഷെ ഉടമ്പടിയിൽ ഉള്ളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഒരു പ്രായശ്ചിത്തം പ്രാർത്ഥന കൊണ്ട് ശരിയാകത്തില്ല. അതാണ് ഇന്നലെ മുതൽ ഈശോ പറയാൻ തുടങ്ങിയത്. ഉടമ്പടി എടുത്തവർ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കത്തോലിക്കരല്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അല്ലെന്ന് തന്നെ വിചാരിച്ചു, അപ്പം അവർ നിങ്ങൾക്ക് ഉടമ്പടി തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് ഒരു സോറി പറഞ്ഞത് കൊണ്ടോ അതിന് പകരം ഒരു പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടോ ടാലിയാകത്തില്ല. എന്താ കാര്യം? ഉടമ്പടി വന്നിരിക്കുന്ന പശ്ചാത്താപം വന്നിരിക്കുന്ന എവിടെ? ഉടമ്പടി വന്നിരിക്കുന്ന തെറ്റെവിടെ വരണത്? ഉടമ്പടി ശരി എന്താണെന്ന് നോക്കിയിട്ടില്ല എൻ്റെ തെറ്റ് മനസ്സിലാകണത്. ഉടമ്പടിയുടെ ശരി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്.
ഞാൻ പറയണത് പോലെ ചെയ്യുന്നതാണ് അതിൻ്റെ ശരി. അതിൻ്റെ തെറ്റെന്താ? അവൻ പറയണത് പോലെ ചെയ്യാത്തതാണ് തെറ്റ്. പിന്നെ അതിൻ്റെ പ്രായശ്ചിത്തം എന്താ? എന്തെങ്കിലും പ്രാർത്ഥന ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കൃപാസനത്തിൽ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞാലും നാട്ടിൽ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ മുഖത്ത് വലിയ തെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? അത് ഉടമ്പടിയിലാണ് അവർക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി തിരുത്തേണ്ടത് എങ്ങനെയാണ്? ഉടമ്പടി ബേസിലാണ് തിരുത്തേണ്ടത്, അല്ലാതെ മൂന്ന് സ്വർഗസ്ഥനായ നിറഞ്ഞ എല്ലാത്തിലല്ലേ തിരുത്തേണ്ടത്. അവൻ പറയണ പോലെ ചെയ്യാത്തതല്ലേ നിങ്ങളുടെ തെറ്റ്. ചെയ്തോളാമെന്നല്ലേ നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോനോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പിന്നെ ഇപ്പോൾ പ്രായശ്ചിത്തം എന്താ? ആ ചെയ്ത കാര്യങ്ങളെ, ചെയ്യാതിരുന്ന കാര്യങ്ങളെ 3 വട്ടം ചെയ്യണം. അതാണ് പ്രശ്നം. അത് വിഷയം, ഉടമ്പടിയുടെ വിഷയം അതാണ്. ചെയ്യാതിരുന്ന കാര്യങ്ങളെ 3 വട്ടം ചെയ്യേണ്ടി വരും. അല്ലാതെ അത് നിങ്ങൾ ചൊല്ലി പ്രായശ്ചിത്തം മേടിക്കാൻ പറ്റത്തില്ല. എന്താണ് ചെയ്യാതിരുന്നത്? ഇപ്പോൾ ആരെങ്കിലും ഉടമ്പടി വീണ് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ അനാഥാലയത്തിൽ പോയില്ല, അപ്പോൾ ഇനി 1 രോഗിയെ കാണുന്നതിന് പകരം 3 രോഗിയെ കാണേണ്ടി വരും സൽപ്രവർത്തികളിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന വിഷയങ്ങൾ ഓരോന്നെടുക്കുമ്പോൾ ചെയ്യാതിരുന്നതിന് ഇരട്ടി ചെയ്യേണ്ടി വരും. അപ്പോഴങ്ങനെ അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാമെന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്ന പ്രായശ്ചിത്തങ്ങൾ ചെയ്തു തന്നെ, അതിൻ്റെ 3 ഇരട്ടി ചെയ്തു തന്നെയാണ് അതിന് റെക്ടിഫിക്കേഷൻ സംഭവിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടിയിൽ ഞങ്ങള് പ്രത്യേക സാഹചര്യത്താല് വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ വീണുപോയ പ്രവർത്തന മേഖലകളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് 3 ഇരട്ടി ദൈവസ്നേഹത്തോടെ ആ പ്രവൃത്തികളെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് ഉടമ്പടിയിലെ ഞങ്ങൾ നിരപ്പായിക്കൊള്ളാമെന്ന് ഈശോയുടെ തിരുസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ നല്ല ദൈവസ്നേഹമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു പാട്ട് കേട്ട് 4 പേര് പാടുമ്പോൾ തന്നെ നിങ്ങൾ ഹീലാവും. പ്രാർത്ഥനയുടെ ഒരു വിഷയം നിങ്ങളെപ്പോഴും, എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് സാങ്കേതികമായിട്ട് എടുക്കരുത്. നമ്മൾ എക്സർസൈസ് ചെയ്ത് സ്കൂളിലെ നമ്മൾ ഒരു കേട്ടെടുത്ത പരീക്ഷ, അപ്പോൾ കേട്ടെടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ ഓറൽ എക്സാം, അതിനാണ് പണ്ടത്തെ. ഇപ്പം നിങ്ങൾ ഓറൽ എക്സാം എന്നല്ലേ പറയണത്, പണ്ടത്തെ കേട്ടെടുത്താണ് സാധനം. അപ്പോൾ നിങ്ങൾ കേട്ടെടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ പിന്നെ വരാൻ പോകണം? നമുക്ക് ഇമ്പോസിഷൻ വരും അല്ലേ? പണ്ടത്തെ ഇമ്പോസിഷൻ ഇപ്പോഴും ഇമ്പോസിഷൻ വരുമ്പോൾ എന്താണ്? നിങ്ങൾ 100 പ്രാവശ്യം എഴുതാൻ പറയും. ആ ആൻസർ 3 പ്രാവശ്യമല്ല, ഇമ്പോസിഷൻ 100 പ്രാവശ്യം എഴുതി 50 പ്രാവശ്യം എഴുതാൻ പറയും. ഇപ്പം നേരത്തെ അച്ഛൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഉടമ്പടിയിലൊരു സംഭവം വീണു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അത് 3 പ്രാവശ്യം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ. നമ്മൾ ഈ ഇമ്പോസിഷൻ ചെയ്യണ പോലെ അതൊരു പ്രായശ്ചിത്തമായിട്ട് വരണത് സ്കൂളിലെ ഇമ്പോസിഷൻ പോലെ വരരുത്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ പത്രം കൊടുത്തില്ല എന്നാൽ ഞാൻ 3 കെട്ട് പത്രം മേടിച്ച് 30 പേർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിഷൻ എടുക്കണ പോലെ വരരുത്. ഉടമ്പടിയുടെ ഇമ്പോസിഷൻ അല്ലത്. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? എൻ്റെ മക്കളെ, ഈ ഒരു പാട്ട് ജയേഷ്പതർ ഒന്നൊരു പാടിക്കാതെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.
മഹത്വം, ദൈവസ്നേഹത്തോടെ പാടാം. ആരാധന. ഹല്ലേലൂയ. ഒരുമിച്ച് എല്ലാവരും ജീവിതം ഇത് ഓരോരുത്തർ പറയുമ്പോൾ ഓരോ മീറ്ററിലാണ് പാടുന്നത്. ഓരോരുത്തർ പാടുമ്പോൾ ഓരോ അളവിലാണ് പാടുന്നത്. എന്നുവെച്ചാൽ സംഗീതത്തിൻ്റെ അളവല്ല, ദൈവസ്നേഹത്തിൻ്റെ അളവ് വ്യത്യാസം. അതാണ് വിഷയം. പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ് വരണത്. ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മീറ്ററിലല്ലായിരിക്കും അടുത്ത ആൾ പ്രാർത്ഥിക്കുന്ന. വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉടമ്പടി വരുമ്പോൾ നമുക്ക് എപ്പോഴും വിഷയമുണ്ട് ഗ്യാരണ്ടീഡ് എന്താണ്. ഉടമ്പടിയുടെ ഫസ്റ്റ് ഗ്യാരണ്ടി എന്താണ്? ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. അതാണ് ഫസ്റ്റ് ഗ്യാരണ്ടി. ഇനി നീ ഒറ്റക്കല്ലെന്നാ പറയണ ഉടമ്പടി, അല്ലേ? ഉടമ്പടിയുടെ ഫസ്റ്റ് ഗ്യാരണ്ടി എന്താണ്? ഐ വിൽ കം വിത്ത് യു. നീ എന്നോട് ഉടമ്പടിയാണ്. ഇനി എന്താണ്? ഇനി എൻ്റെ ദൈവത്തിൻ്റെ ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഇണയായി തുണയായി ഞാൻ ഉണ്ടാകും. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണമെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പം ഞാൻ തന്നെ ഈ രാവിലെ ഇങ്ങോട്ട് എൻ്റെ മുറിയിൽ മിക്കവാറും തന്നെ ഞാൻ ഈശോയുമായിട്ട് പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും, എവരിത്തിങ്, നിസ്സാര മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഞാൻ പോകുന്ന വഴികളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളെയും തിരിച്ചു വരുമ്പോഴും അവരെക്കുറിച്ചുള്ള റെഫറൻസും എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ഈശോയോട് പറയും. അപ്പോൾ അത് എന്തായാലും ഒരു ഇൻട്രാക്ഷനാണത്. നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി ജീവിതമാണ്. അപ്പം നമ്മുടെ മുറികളിലെല്ലാം ഈശോ ഉണ്ടാവും. എപ്പോഴും ഈശോയും അമ്മയും ഉണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ച് ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ഉടമ്പടി പ്രകാരം ദൈവം ഈശോ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നീ പോകുന്നിടത്തെല്ലാം എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? നീ പോകുന്നിടത്തെല്ലാം ഭയങ്കര വാക്കാണതേ. നീ പോകുന്നിടത്തെല്ലാം എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ആർക്കും ഗ്യാരണ്ടി ചെയ്യാം? നമ്മുടെ മക്കളോ ഭർത്താവോ ഭാര്യയോ, നോബഡി ക്യാൻ ഗ്യാരണ്ടി. ദൈവത്തിന് മാത്രമേ അങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. വെള്ളത്തിനടിയിൽ പോയാലും അവിടെ ഉണ്ടാകും ദൈവം. അത് നമ്മുടെ ഉടമ്പടിയിലൂടെ, ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബോധം ഉണ്ടാകണം. ഇനി ഞാൻ ഒറ്റക്കല്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈശോ എപ്പോഴും അപ്പോസ്തലന്മാരോട് പറയുന്ന വാക്കാണ്. എന്താണ്? ഫിയർ നോട്ട്. ഈശോ പറഞ്ഞത് തന്നെയല്ല. അമ്മയുടെ അടുത്ത് ആദ്യം വന്ന് മാലാഖ പറഞ്ഞ എന്താണ്? ഫിയർ നോട്ട്, മറിയമേ ഭയപ്പെടേണ്ട, അല്ലേ? ഭയപ്പെടേണ്ട. ഉടമ്പടിയുടെ ആദ്യത്തെ വാക്കതാണ്. നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഇൻസെൻറ്റീവ് എന്താണ്? ഫിയർ നോട്ട്. എന്നാണ്? ഭയപ്പെടേണ്ടെന്ന്. നീ ജോലിയെക്കുറിച്ച് ഭയപ്പെടേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിലേ രസമുണ്ട്. ഇമ്മാനുവൽ എഫ് എന്നും പറഞ്ഞൊരു മകൻ സാക്ഷ്യം പറഞ്ഞു. ഇമ്മാനുവൽ എഫ് 3 കൊല്ലമായിട്ട് നിരീശ്വരവാദിയായിട്ട് ജീവിക്കുന്ന ആളാണ്. നിരീശ്വരവാദികൾക്കുണ്ടാകുന്ന ചെറിയൊരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നിരീശ്വരവാദത്തിലേക്ക് വന്ന് ഈ രോഗം അവർ പടർത്താൻ നോക്കും. ഈ കുലസ് കൊതുകിനെ പോലെയുള്ള പരിപാടിയാണ്. അവർക്കുണ്ടാകുന്ന ചിക്കൻ ഗുനിയ മറ്റുള്ളവരെയും പോയി കുത്തുവെച്ച് ഈ നിരീശ്വരവാദം അവർ പടർത്തിക്കൊണ്ടേയിരിക്കും. ഇത് കാരണം വരാൻ പോകുന്ന പ്രശ്നം, ഇവർ ഈശ്വരവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് ഉണ്ടാകുന്ന ഇവർ വർക്ക് എത്ര ചെയ്താലും ബാക്കി എല്ലാ വർക്കുകളും നമുക്ക് പശ്ചാത്താപം വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. ഈ നിരീശ്വരവാദികൾ ഏതെങ്കിലും പൂർവികരുടെ ദൈവാനുഗ്രഹം, അമ്മയുടെ അപ്പനമ്മമാരുടെ പ്രാർത്ഥന കൊണ്ട് അവർ പിന്തിരിഞ്ഞ് വന്ന് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, സത്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ആയില്ല, ഇതിനുള്ള പ്രശ്നം എപ്പോഴും ഇതിൻ്റെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കണം. റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പ്രായശ്ചിത്തം. നമ്മൾ തെറ്റ് ചെയ്ത സോറി പറഞ്ഞ ഈ സംഭവം സോറി പറയാം നമുക്ക്. അതുകൊണ്ട്
ഇപ്പോൾ ഒരു കറണ്ടിൻ്റെ കമ്പി പൊട്ടിപ്പോയി, അത് നമുക്ക് കെട്ടിവെക്കാം. പക്ഷെ കറണ്ട് പാസ് ചെയ്യണത് വേറെ വിഷയമാണ്. കെട്ടിയത് കൊണ്ട് കറണ്ട് പാസ് ചെയ്യേണ്ട കാര്യമില്ല. കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യണം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഒരു കറണ്ട് കമ്പി പൊട്ടിപ്പോയാൽ സ്വാഭാവിക ലൈൻമാന് വന്നത് കെട്ടിവെക്കാം. കെട്ടിവെച്ചത് കൊണ്ട് കറണ്ട് പാസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കറണ്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യണം. ഇതുപോലൊരു പ്രശ്നമാണ് ഈ പശ്ചാത്താപം. ഇപ്പോൾ ദൈവത്തോട് നമുക്ക് സോറി പറയാം. സോറി പറഞ്ഞാൽ പൊട്ടിപ്പോയ കമ്പി കെട്ടിവെച്ചതുപോലെ ഉള്ളൂ. ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിലെ പരിശുദ്ധാത്മാവ് പിന്നെ പ്രവർത്തിക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? ആ പശ്ചാത്താപം നമ്മൾ പ്രവർത്തി കാണിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഈ പശ്ചാത്താപത്തിൻ്റെ പ്രോബ്ലം, ഇപ്പം മനുഷ്യന്മാർ തമ്മിലുള്ള എല്ലാ വിഷയങ്ങൾക്കും സോറി കേട്ട എൻ്റെ അപ്പുറത്തൊരു അവസ്ഥ കള്ളുകുടിയന്മാർ വന്ന് നമ്മളെ തന്തയ്ക്ക് വിളിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെല്ലാം അവർ സന്ധ്യയ്ക്ക് വന്ന് തെറിയൊക്കെ വിളിക്കും. ആ തന്തക്കും തള്ളക്കും ഒക്കെ വിളിച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുള്ളൂ, പ്രശ്നമൊന്നുമില്ല. കാര്യം എനിക്ക് ഇതൊക്കെ നമുക്ക് പ്രതിഷ്ഠയല്ല നമ്മൾ ചില ഇടവകയിലൊക്കെ വരണത്. നന്മയുള്ള ഒത്തിരി വിശുദ്ധന്മാരായ മനുഷ്യരുണ്ടാകും, ഇതുപോലെ കുറേ ആൾക്കാരും ഉണ്ടാകും. അവരൊക്കെ വേണം, അത് വ്യത്യാസമാണ് അവരൊക്കെ. പക്ഷെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർ നാളെ ബോധം അവരെ കള്ളടങ്ങുമ്പോൾ അവരൊന്ന് സോറി പറയും. പക്ഷെ സോറി പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് തമ്മിൽ പ്രശ്നമില്ല, പക്ഷെ ദൈവത്തിന് സോറി കൊണ്ട് പറ്റത്തില്ല. സോറി പറഞ്ഞാൽ പറയും ആ പൊട്ടിയ കമ്പി കെട്ടിവെച്ചതെന്ന് പറയും. ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് കയറിപ്പോണ്ട് അതിൽ ചാർജ് ചെയ്യുമെന്ന് പറയണത്. ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രായശ്ചിത്തം ചെയ്യണം. അതിന് വേണ്ടി പ്രായശ്ചിത്തം, അതെന്തുമാത്രം ഇരട്ടി പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത് തെറ്റിന്. അതുകൊണ്ടാണ് പശ്ചാത്താപത്തിൻ്റെ കൂടെ പോകുന്ന സംഭവമാണ് പ്രായശ്ചിത്തം. ഇപ്പോൾ ഈ ഇമ്മാനുവൽ എഫ് എന്ന് പറയുന്ന ആൾ പറയണത്, ഞാൻ 3 കൊല്ലം നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ ബിസിനസ്സും തകർന്ന്, എന്നെ നാട്ടിൽ ചെയ്തതും തെറ്റിപ്പോയി, എനിക്ക് ഇവിടുന്ന് കരകയറാനും പറ്റണില്ല. ഞാൻ അങ്ങനെ പെട്ട് നിൽക്കുക. ഞാൻ പെട്ടുപോയപ്പോൾ അമ്മ എന്നെ പറഞ്ഞ്, എടാ മോനെ നീ പോയി കൃപാസനത്തിൽ പോകും. ഇപ്പം ഇന്നിപ്പോൾ എല്ലാ മനുഷ്യർക്കും കേരളത്തിൽ മൊത്തം മലയാള ഭാഷ അറിയാവുന്നവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വന്നാൽ അവരെങ്ങനെ പിടിച്ചു നിന്നാലും അവസാന കൈക്ക് അവർ പറയും കൃപാസനത്തിൽ പോയാന്ന് ചോദിക്കും ആൾക്കാർ. കാരണം ഞാൻ ദിവസം കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരിക്കലും ദൈവമായിട്ട് അടുക്കാത്ത ആൾക്കാരെയാണ് പലപ്പോഴും ഞാൻ കാണുന്നത്. അപ്പോൾ അവർ അങ്ങനെ വരത്തില്ല. പിന്നെ അവർ വന്നെങ്കിൽ ഇവിടെ വന്ന് ദൈവം അവരെ കൊണ്ടുവന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഞാനത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കും. എന്താ കാര്യം വെച്ചാൽ അവർ ഇനിയും പോയാൽ പിന്നെ ഒരിക്കലും ദൈവത്തിന് അവരെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം മാതാവിനോടും ഈശോയോടൊക്കെ മാറിയൊക്കെ പറഞ്ഞിട്ട് ആ വിഷയം ഗ്യാരണ്ടി ചെയ്യും. കാര്യം ഇവൻ രക്ഷപ്പെടണതുകൊണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ ഒരു വിഷയത്തിൽ നിന്ന് അവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പിന്നെ കണ്ടിന്യൂസ് ചാർജിങ് എന്ന് പറയണത് നമുക്ക് പറ്റത്തില്ല. എന്താ കാര്യം? അത് അവർ തന്നെ ഒരിക്കൽ ദൈവ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അത് മാറാതെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനൊക്കെ പരിഹാരം ചെയ്തുകൊണ്ട് ചാർജ് ചെയ്തെടുക്കാൻ നോക്കണം. ചാർജ് ചെയ്തെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഇമ്മാനുവലിനെ സംബന്ധിച്ചോളം ഇമ്മാനുവൽ ഒന്ന് ഉടമ്പടി എടുക്കാൻ പോയി. ഈ നിരീശ്വരവാദന്മാർക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ്. കാര്യം അവർ മാക്സിമം ആൾക്കാരോട് തങ്ങളുടെ നിരീശ്വരവാദം പ്രചരിപ്പിച്ച് കാണും, നാട്ടിലും വീട്ടിലുമൊക്കെ ബന്ധുക്കളോടും. അത് കാരണം ഏറ്റവും വലിയ പ്രശ്നം നാട്ടുകാരും വീട്ടുകാരും തന്നെ ആയിരിക്കും. അപ്പോൾ അവർ നിൽക്കണ കാരണം ഇനി ഇവൻ ഈശ്വര വിശ്വാസത്തിലേക്ക് വന്നാലും അവനത് നാട്ടുകാരുടെ മുമ്പിൽ ചളിപ്പുണ്ടാക്കാൻ നിൽക്കത്തില്ല, പറയത്തില്ല. ഈശ്വര വിശ്വാസത്തിലേക്ക് വന്ന കാര്യം പറയത്തില്ല. നാട്ടിൽ കുർബാനക്ക് പോകാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ കുർബാനക്ക് പോകും. നാട്ടുകാർ ചോദിക്കത്തില്ലേ, നീ ഈശ്വരവാദികൾ നടന്നിട്ട് ഇപ്പം ഈശ്വര വിശ്വാസി ആയില്ലേ എന്ന് ചോദിക്കണ കാരണം ആൾക്കാർക്ക് ചൂണ്ട പോലെയാണ്. ചില മീൻ ഉടക്കി കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് അത് രക്ഷപ്പെട്ടു പോകാത്തതിന് ഞാൻ അതിൻ്റെ കുടുക്ക് നിരീശ്വരവാദത്തിനൊരു പ്രശ്നത്തിൽ അത് നമുക്ക് ഒരു പാപിക്ക് രക്ഷപ്പെടാൻ എളുപ്പം, പക്ഷെ നിരീശ്വരവാദിക്ക് പാടാൻ അവൻ കുടുക്കിൽ കിടക്കുകയാണ്. ഭയങ്കര അതായത് എപ്പോഴും നമ്മുടെ ഈശ്വര വിശ്വാസത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് പറഞ്ഞത് വലിയ ദൈവാനുഗ്രഹമാണത്. നിങ്ങളുടെ മക്കൾക്ക് വേറെ എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരുത്താം. പക്ഷേ നിരീശ്വരവാദത്തിൽ വീണ് പോയാലുള്ള പ്രശ്നം
അവന് കുടുക്കിൽ കിടക്കുകയാണ്. അവൻ മറ്റുള്ളവരോടെല്ലാം അത് കെട്ടിപ്പൊഴിച്ചിട്ടുണ്ട്, നിരീശ്വരവാദം. അത് കാരണം അവരുടെ മുമ്പിലൊക്കെ ഇവന് ഇനി താഴാൻ പറ്റത്തില്ല. അവൻ അതുകൊണ്ട് നിരീശ്വരവാദിയായിട്ട് തന്നെ നിന്ന് മരിച്ചു പോകും. എന്തൊരു ഗതികേടാണെന്നറിയാമോ, ഭയങ്കര ഗതികേടാണ്. പക്ഷെ ചിലർക്ക് ഈ വീട്ടുകാരുടെ അമ്മയും അപ്പനും ഒക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാര്യത്തിൽ നമ്മൾക്ക് ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരാണ് ഈ അമ്മ, അപ്പൻ, ഭാര്യ ഭയങ്കര സംഭവമാണ്. പല ഭർത്താക്കന്മാരും ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാര്യമാരുടെ പ്രാർത്ഥന കൊണ്ടാണ്. ശരിക്കും അമ്മയുടെ അമ്മയുടെ ഭാര്യയും വേണ്ട ചില സമയത്ത് ഒരേ പങ്കാളിത്തമാണ് ഈ ഒരാളെ വീണുപോയി രക്ഷപ്പെടുത്താനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും മനുഷ്യർ അവരിൽ നിന്ന് കിട്ടുന്ന ജോലിയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന പണമോ ഒക്കെയാണ് ആൾക്കാർ പ്രാധാന്യം കൊടുക്കണം. ശരിക്കും അതല്ല. നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ വിശുദ്ധിയിൽ നിലനിർത്താൻ വേണ്ടി നമുക്ക് വേണ്ടി ഫസ്റ്റ് ഹാൻഡായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ഭർത്താവ്, ഭാര്യ, അമ്മ എന്നൊക്കെ പറയണത്. അപ്പം അതിനൊക്കെ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. അവർക്ക് വല്ലതും ചത്തൊടുങ്ങി കിടന്നിട്ട് അല്ലെങ്കിൽ അവർക്ക് തളർന്ന് കിടന്നിട്ട് കിടന്നിട്ട് കരഞ്ഞു കൂപ്പി നിലവിളിക്കണമല്ല. ഭാര്യയും ഭർത്താവൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ തന്നതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. മക്കളെ തന്നതിന് ഇപ്പം നമ്മൾ ഈ മക്കളെ കൊണ്ട് ചില ആൾക്കാർക്ക് ഉപകാരമില്ലാത്ത എന്തുകൊണ്ടാണ്? ദൈവത്തിന് ഉപകാരമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടി, അതായത് നിങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളെ പറ്റുമെന്ന് വിചാരിച്ചോ. അപ്പം അങ്ങനെ അല്ലെങ്കിൽ 4 കുഞ്ഞുങ്ങളെ 3 കുഞ്ഞുങ്ങളെ കിട്ടി. നിങ്ങളെ ആ അമ്മമാർ എപ്പോഴും ദൈവതിരുസന്നിധിയിൽ ആരെല്ലാം മറന്നുപോയാലും നിങ്ങൾ മറക്കാതെ ദൈവത്തിന് നന്ദി പറയണം. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവർ മയക്കുമരുന്നിന്, കഞ്ചാവിന്, അല്ലാത്ത തന്നെ അവിഹിതമായ കാര്യങ്ങളൊക്കെ പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ എന്ന് പറയണത് അവരെ ഓർത്ത് നന്ദി പറയണതാണ് ദൈവത്തോട്. നിങ്ങൾ നന്ദിയല്ല പറയണത്. നിങ്ങൾ അവരുടെ മാർക്ക് കൂടണേ, അവർക്ക് റാങ്ക് കിട്ടണേ, അവരുടെ വിസ പാസ്സാകണം, അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തോട് പറയണത്. ദൈവത്തിന് അതിൻ്റെ അകത്ത് വലിയ റോളൊന്നുമില്ല. എൻ്റെ മക്കളെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കണ്ടൻറ്റ് മാറ്റി വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ സബ്ജക്റ്റിലും ദൈവത്തിന് എന്തെങ്കിലും ഷെയർ ഉണ്ടാകണം. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും അതിനകത്ത് ദൈവത്തിൻ്റെ ഷെയർ ഗ്യാരണ്ടി ചെയ്യണം. ഇത് 100 നിങ്ങളുടെ കാര്യമാണ് ഗ്യാരണ്ടി ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ താമസിച്ച് പോണത്. നിങ്ങൾ ദൈവത്തിൻ്റെ ഷെയർ, ഇപ്പം നിങ്ങളുടെ മകൻ അവൻ വിശുദ്ധി ജീവിക്കാൻ, മകൾ വിശുദ്ധി ജീവിക്കാൻ എന്ത് ചെയ്യണം? അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യമാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷേ നോക്കേണ്ടത് ദൈവത്തിരുസന്നിധിയിൽ നിന്ന് അവൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവന് ഓർത്തു. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, അത് നിങ്ങൾ യാചന പ്രാർത്ഥനയാണ് നടത്തുന്നത്. അതും പറ്റത്തില്ല. അത്രയ്ക്കേറെ ഫ്രൂട്ട് വേർത്തിയല്ലത്. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തോട് നമുക്ക് ആദ്യം ഉണ്ടാകുന്ന മൗലിക വികാരം നന്ദിയാണ്. ഭർത്താവിനെ തന്നതിന് നന്ദി. ഇപ്പം നമുക്ക് നിങ്ങൾ മറ്റ് ഭർത്താക്കന്മാരെ കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഇടിച്ച് കാണുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ചേച്ചിയുടെ ഭർത്താവ് അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ബൊമ്മകളെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താവിനെ ഇവാലുവേറ്റ് ചെയ്യും. അത് പൊട്ടിപ്പെണ്ണുങ്ങളുടെ മെയിൻ അസുഖമാണത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ചെയ്തൊരിക്കലും ഈ സന്തുഷ്ടി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്, കൃപയുമായി ബന്ധപ്പെട്ട് പോണതാണ്. കല്യാണം കഴിച്ച ആൾക്കാർ ഇപ്പോൾ എൻ്റെ പൗരോഹിത്യത്തിൽ എനിക്കുള്ളത് എന്താണ്? സന്തുഷ്ടിയാണ്. 40-ാം കൊല്ലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സന്തുഷ്ടിയാണ്. എന്നാൽ ആവശ്യത്തിന് പല രോഗങ്ങളുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു കാലഘട്ടമാണിത്. എൻ്റെ ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ 25 കൊല്ലത്തോളം നല്ല ശരിക്കും അത് ഇപ്പോഴെല്ലാം ഇപ്പോഴെല്ലാം വഴികളെക്കുറിച്ചെല്ലാം കർത്താവ് ഇപ്പോഴല്ലേ വ്യക്തത തന്നിരിക്കണം. പണ്ട് ഞാൻ പ്രവർത്തിച്ച് കൂട്ടുകയായിരുന്നു. ഒത്തിരിയേറെ രാത്രിയും പകരം പ്രവർത്തിച്ച് കൂട്ടുകയായിരുന്നു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് പ്രവർത്തനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ച് എനിക്ക് വ്യക്തത കിട്ടിയിരിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് ആത്മാക്കൾ വീണ്ടെടുക്കുന്നു, സുവിശേഷം പ്രചരിക്കപ്പെടുന്നു, ജനങ്ങൾ സുവിശേഷ സാക്ഷികളാകുന്നു. ഇപ്പം നമുക്കറിയാം
വളരെ കറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് സന്തുഷ്ടിയാണ്. തന്നെ ആധ്യാത്മിക ജീവിതത്തിലെ സന്തുഷ്ടി എന്ന് പറയണത്, അതായത് നിങ്ങൾ കൃപയെന്ന് പറയണില്ലേ, ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ, അതിനുള്ള കൃപ ലഭിക്കാതെ ആർക്കും ഈ ഉപദേശം സ്വീകരിക്കുക. മളെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 19:11 അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. പല കാര്യങ്ങളും ഗ്രഹിക്കാൻ നമുക്ക് ചിലത് ബൈബിളിൽ ഒരു മുമ്പോട്ട് പോകുമ്പോഴാണ് പ്രശ്നം. ജീവിതം ചില കാര്യങ്ങൾ പ്രശ്നങ്ങളായി വരുന്നത് അത് ഗ്രഹിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ ചില പ്രശ്നങ്ങളായി വരണത് അതിൻ്റെ അകത്തുള്ള ദൈവഹിതം ഗ്രഹിക്കാൻ നമുക്ക് അഭിഷേകമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം അഭിഷേകം ഇല്ലാത്തതാണ്. ഗോട്ട് മീ? മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാതെ വരണത്. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്നറിയാമോ? മത്തായി 19:10 കണ്ടില്ലേ? എന്താ പറയണത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇവരെന്ത് വിചാരിച്ചു? ഒരു കാര്യം പ്രശ്നമാണെങ്കിലേ അത് ചെയ്യാതിരിക്കണതല്ലേ നല്ലതെന്നുള്ളതാണ് അപ്പോസ്തലന്മാരുടെ ഒരു സമീപനം. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു സമീപനമല്ല. ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ അത് ചെയ്യാതിരിക്കണതല്ലേ നല്ലതെന്നുള്ളതാണ് അപ്പോസ്തലന്മാരുടെ നിലപാട്. അപ്പോൾ ഈശോ പറഞ്ഞു അങ്ങനെ ചെയ്യാതിരിക്കണമല്ല, ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എന്ത് ചെയ്യണം? അതിനുള്ള അഡീഷണൽ ഗ്രേസ് വാങ്ങിച്ചാൽ മതിയെന്നാണ്. അതാണ് ഈശോ 19:11 പറയണം. ഈശോ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിഷയം എന്താണ്? അപ്പോൾ പ്രശ്നമല്ല പ്രശ്നം, കൃപയാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയും ജോലി ലഭിക്കാനാണ്, വീട് കിട്ടാനാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞോ? അതിന് ദൈവം ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള സമയം നിങ്ങൾക്ക് ജീവിക്കണ്ടേ, അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇപ്പോൾ വിസ പ്രോസസ്സിങ്, ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നൊരു സമയത്തെക്കുറിച്ച് ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ രാജ്യത്തിൽ വരാൻ പോണ നിയമത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. നിങ്ങൾ വിസയും പ്രോസസ്സ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ പുതിയൊരു നിയമം വന്നെങ്കിൽ കൊടുത്ത കാശും പോവും, എല്ലാം പോവും, തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കർത്താവിന് ഭൂതവും ഭാവിയും എല്ലാം അറിയാവുന്ന കാരണം നിങ്ങളുടെ ഒരു നന്മയുടെ ഒരു കാലഘട്ടം കർത്താവിനറിയാം. പക്ഷെ നിങ്ങൾക്ക് ആ കാലം അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ, എന്നിട്ട് നടന്നില്ലോ, താമസിച്ചല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അങ്കലാപ്പ് കൊള്ളും. ഈ അങ്കലാപ്പിൻ്റെ പാക്കേജാണ് കൃപയിൽ വരണത്. കർത്താവിൻ്റെ കാലത്തോടും മനസ്സമാധാനത്തോടെയും സന്തുഷ്ടിയോടെ ജീവിക്കാൻ വേണ്ടി ആണ് കൃപ നമുക്ക് തരണത്. അല്ലാതെ അത് കിട്ടാൻ വേണ്ടി മാത്രമല്ല. ഇപ്പം മക്കളുടെ കാര്യം തന്നെ എടുത്തോ, കല്യാണത്തിൻ്റെ കാര്യം തന്നെ എടുത്തോ. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് മക്കളെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ചിലർക്ക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഞാൻ കണ്ടത് എനിക്ക് ഞെട്ടിപ്പോയി. അവർക്ക് 7 കൊല്ലം മക്കളില്ല. 7 കൊല്ലം മക്കളില്ല. അവർ മരുന്ന് നിർത്തി. കാര്യം മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ലെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞു. ഇപ്പോൾ ജനറ്റിക്കൽ ട്രബിളാണ്. പക്ഷേ ജനറ്റിക്കൽ ട്രബിൾ എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിലാണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉടമ്പടി നമ്മുടെ മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, ബട്ട് ബൈ ഗ്രേസിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ആ ആഴ്ചത്തെ നമ്മൾ പ്രഗ്നൻ്റ് ആകുകയും ജനിച്ചപ്പോൾ 3 കുഞ്ഞുങ്ങളാണ് ജനിച്ചിരിക്കുന്നത്. 7 കൊല്ലത്തെ മുഴുവനും തന്നിരിക്കുകയാണ്. 7 കൊല്ലം കൊണ്ട് 3 കുഞ്ഞുങ്ങൾ ജനിക്കാവുന്നതാണ് സാധ്യത, അല്ലേ? ഒരു 3 കുഞ്ഞുങ്ങൾ ജനിപ്പിക്കണമെങ്കിൽ 7 കൊല്ലം വേണ്ടേ? അപ്പോൾ ആ 7 കൊല്ലം കൂടി കർത്താവ് ഒറ്റത്തവണ തീർപ്പാക്കിയിരിക്കുകയാണ്. ആ പാർട്ടിക്കാരന് ആ ബോധമൊന്നും ഇല്ലാതെ സാക്ഷ്യം പറയണത്. ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 ആശുപത്രി കഷ്ടപ്പാട് 3 കൊല്ലം ചുവന്നുകൊണ്ട് നടക്കുന്നത്, 3 പ്രാവശ്യമായിട്ട് ചുവന്നുകൊണ്ട് നടക്കുന്നത് കർത്താവ് കുറച്ച് ഷോർട്ട് ചെയ്ത്, ടൈം മാത്രമല്ല ഷോർട്ട് ചെയ്തിരിക്കണത്, കഷ്ടപ്പാടും ഷോർട്ട് ചെയ്തിരിക്കുകയാണ് അവിടെ. ടൈം മാത്രമല്ല ഷോർട്ട് ചെയ്തിരിക്കണത്. കാര്യം ഇത് ഈ 10 മാസം ചുവന്നുകൊണ്ട് നടക്കണ്ടേ.
അങ്ങനെ 3 മാസം 3 തവണ ചുവന്നുകൊണ്ട് നടന്നല്ലേ 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എല്ലാം കൂടി ഒറ്റ തവണ തീർപ്പാക്കി. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. നമ്മുടെ മുമ്പിലെ കാണിക്കുന്ന സാക്ഷ്യമാണത്. വെച്ചാൽ ആ സാക്ഷ്യം അവർക്ക് മാത്രമുള്ളതല്ല, നമുക്കെല്ലാം ഉള്ള സാക്ഷ്യമാണ്. അപ്പോൾ ഇത്രയും നാൾ ജോലി കിട്ടാതിരുന്നതിന് ശേഷം നിനക്ക് കർത്താവ് ഒരു ജോലി തരുമ്പോൾ ആ കഴിഞ്ഞ കാലത്തുള്ള അരിയറെല്ലാം കവർ ചെയ്തായിരിക്കും ചിലപ്പോൾ തരണത്. കഴിഞ്ഞ കാലത്തെ അരിയറെല്ലാം കവർ ചെയ്തായിരിക്കും തരണത്. പക്ഷേ ഇനിയിപ്പോൾ നീ ഉടമ്പടി എടുത്തതിന് ശേഷം ജോലി കിട്ടാൻ വേണ്ടി കുറച്ച് കാലം കൂടി കാത്ത്, കല്യാണം കഴിക്കാൻ വേണ്ടി കുറച്ച് കാലം കൂടി കാത്ത്, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി കുറച്ച് കാലം കൂടി കാത്തെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ വസ്തുവിന് വഴിയില്ല, അതിനു വേണ്ടി കുറച്ച് കാലം കൂടി കാത്ത്. ഒരു പ്രശ്നം വരാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഉടമ്പടി എടുക്കണ മുമ്പ് നിനക്ക് ഈ കാലതാമസം കാരണം കല്യാണം വെക്കണില്ലല്ലോ, വസ്തു വിൽക്കാൻ പറ്റണില്ലല്ലോ, വീട് വെക്കാൻ പറ്റണില്ലല്ലോ, കുഞ്ഞുങ്ങൾ ഉണ്ടാകണില്ലല്ലോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടവും ഒരു ഉത്കണ്ഠയും ഒരു നിരാശയും ഒരു വിഷമവും ഒക്കെ ഉടമ്പടി എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൂടി കവർ ചെയ്യണം ഇതിൻ്റെ അകത്ത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇനി കർത്താവ് ഏതെങ്കിലും ടൈമിൽ നിനക്ക് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ കർത്താവ് ഈ സംഭവം ചെയ്യും. നിന്റെ വിസ പ്രോസസ് ചെയ്യുകയോ കല്യാണം ഫിക്സ് ചെയ്യുകയോ അതുപോലെ തന്നെ ഇത് ജോലി ഫിക്സ് ചെയ്യുകയോ ചെയ്യും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നിൻ്റെ വൈകാരിക ലെവല് ഒരു അവിശ്വാസിയുടെ ലെവലാണ്. പറഞ്ഞ മനസ്സിലായി. ഇപ്പം ഞാൻ കല്യാണം ഒത്തുവരാത്ത ആൾക്കാരിവിടെ വരത്തില്ലേ, അപ്പോൾ അവരോടമ്പടി ഞാൻ ഉടമ്പടി 3 പുതുക്കി വെച്ചാൽ കല്യാണം ഒത്തുവരാതെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ അളിഞ്ഞ മോന്തയായിട്ടാണ് എന്നോട് പറയണതേ. ഷീസ് നോട്ട് അനോയിൻറ്റഡ്. സന്തുഷ്ടിയില്ല അവർക്ക്. ഉടമ്പടി എന്ന് പറയണത് ആ മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അത് ഫിസിക്കലായിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ടുള്ള ഒരു ബെനഫിറ്റ്സ്, അതിൻ്റെ ഒരു ആനുകൂല്യമാണ്. പക്ഷേ നീ ആ മെറ്റീരിയൽ ബെനിഫിറ്റ്സിലേക്ക് എത്തിച്ചേരുന്ന വരെയുള്ള കാലത്ത് നിൻ്റെ മാനസിക നിലവാരവും വൈകാരിക ചുറ്റുപാടുകൾക്കും വാട്ട് യു നീഡ് ഇറ്റ്, ദാറ്റ് ഈസ് സന്തുഷ്ടി എന്ന് പറയും. സന്തുഷ്ടി അത് കൃപയുടെ ഇഫക്ട്സാണ്. പഴയ ബൈബിളിൽ അവർ കൃപയെന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് പുതിയ ബൈബിളിൽ കൃപയ്ക്ക് പകരം കൃപയുടെ ഇഫക്ട്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. സന്തുഷ്ടി എന്നാണ് പറയണത്. ഇപ്പോൾ ഉടമ്പടി എടുക്കണത് എന്തിനാണ്? നമ്മൾ സന്തുഷ്ടിക്ക് വേണ്ടിയാണ്. കിട്ടാതിരിക്കുന്ന കാലത്തും കിട്ടിയതുപോലുള്ള സംതൃപ്തി, അതാണ് കൃപയുടെ ഇഫക്റ്റ് എന്ന് പറയണത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അനുഗ്രഹ അനുഭവം കിട്ടത്തുള്ളൂ. ഉടമ്പടി എന്ന് പറയുമ്പോൾ കിട്ടാതിരിക്കുന്ന കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന മേഖലകളിലെല്ലാം സന്തുഷ്ടി. നിങ്ങൾ സിസ്റ്ററെ ഇത് വായിച്ചേ, 11:10 വായിച്ചേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സക്കറിയ 11:10. സക്കറിയ 11:10. ഞാൻ കൃപ എന്ന വടി എടുത്തൊടിച്ചു. പുതിയ ബൈബിള് അല്ലെ, ഇപ്പോൾ പുതിയ തർജ്ജിമ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തർജ്ജിമ എന്ന് പറഞ്ഞാൽ പഴയ തെറ്റാണെന്നല്ല എൻ്റെ അടുത്താണ്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന തർജ്ജിമ തനി ഗ്രീക്കിൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസ്ലേഷനാണ്. പഴയത് ഹീബ്രു എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ആ മൂലാർത്ഥത്തോട് സാധർമ്യം ചിന്തിക്കുകയാണ്. പണ്ട് നമ്മൾ കൃപയെന്ന് വായിച്ചു. ഇപ്പോൾ കൃപയെന്ന് വായിച്ചു കേട്ടാ സിസ്റ്റർ ജോമൽ സിസ്റ്റർ അത് വായിച്ചേ. ഞാൻ കൃപ എന്ന വടി എടുത്തൊടിച്ചു. ഞാൻ കൃപ എന്ന വടി എടുത്തൊടിച്ചു. അങ്ങനെ സകല ജനതകളുമായി ചെയ്ത എന്റെ ഉടമ്പടി ഞാൻ അസാധുവാക്കി. അപ്പൊ എന്റെ പുതിയ തർജ്ജിമ കിടക്കണത് എന്താണെന്നറിയാവോ? ഞാൻ സന്തുഷ്ടി എന്ന വടിയെടുത്ത് ഒടിച്ചെന്നാണ് കിടക്കണത്. കാര്യം ഈ കൃപയുള്ള ആൾക്കാർക്ക് സന്തുഷ്ടി ഉണ്ടാവും. ഇവർക്ക് കൃപ കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് 3 മാസമായിട്ടും 3 വർഷം കടമ്പടി എടുത്തിട്ട് 3 പുതുക്കിയിട്ടും കല്യാണം ഒത്തില്ലെന്ന് അവർ പറയുമ്പോൾ അളിഞ്ഞ മോന്തയായിട്ടാണ് പറയണത്. അതിൻ്റെ അർത്ഥം എന്താ? സന്തുഷ്ടിയില്ല അവർക്ക്. സന്തുഷ്ടി എന്ന് പറയുന്നത് ബൈബിളിൽ അഭിഷേകം എന്ന് പറയും. അതിനെയാണ് നമ്മൾ ഈശോ പറഞ്ഞു കണ്ടില്ലേ? ഇപ്പം നേരത്തെ വായിച്ചത് എന്താ ഞാൻ വായിച്ചത്? അതിനുള്ള കൃപ ലഭിച്ചവരല്ലാതെ ഉപദേശം സ്വീകരിക്കുന്നില്ല. ഉടമ്പടിയിൽ നമുക്ക് വരുന്ന വിഷയം കൃപയാണ്. കൃപയുടെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷമാണ്, സന്തുഷ്ടിയാണ്, തൃപ്തിയാണ്.
തൃപ്തി. അപ്പോൾ എപ്പോഴും വിഷയം നോക്കിയാൽ നിങ്ങൾ ജോലി ലഭിക്കുന്നവരെ, രോഗം സുഖമാകുന്നത് വരെ, പറമ്പ് വിൽക്കുന്നത് വരെ, വിസ പ്രോസസ്സ് ചെയ്യുന്നത് വരെ, PR കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഇപ്പോഴും ആശങ്കയും അസന്തുഷ്ടിയും ഉണ്ടെങ്കിൽ യു ആർ നോട്ട് ഇൻ ഗ്രേസ്. മനസ്സിലായ? നിങ്ങൾ കൃപയിലല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഉടമ്പടിക്കാരെപ്പോഴും അപ്പം നിങ്ങൾ പഴയ നൊവേന ക്രിസ്ത്യാനികളെ പോലെ തന്നെയാണ്, നാട്ടു ക്രിസ്ത്യാനിയെ പോലെ തന്നെയാണ്. നാട്ടു ക്രിസ്ത്യാനിക്ക് അനുഗ്രഹമില്ല, അവരെക്കുറിച്ച് കൃപയെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നാട്ടു ക്രിസ്ത്യാനിക്ക് എപ്പോഴും ഉള്ളത് അനുഗ്രഹത്തെക്കുറിച്ചും പ്രാർത്ഥന, അനുഗ്രഹം എന്നൊക്കെ അവർ പറയത്തുള്ളൂ. നമ്മളെ ഉടമ്പടി അതല്ല പ്രശ്നം. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപയാണ്. കൃപയുടെ ഇഫക്റ്റ് എന്താണ്? സന്തുഷ്ടിയാണ്. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കിട്ടിയതുപോലുള്ള സംതൃപ്തിയാണ്. കിട്ടിയില്ലെങ്കിലും കിട്ടിയതുപോലെയുള്ള സംതൃപ്തിയാണ്. ഇതിനൊരു ആന്തരിക അഭിഷേകമെന്ന് നമ്മൾ പൊതുവെ പറയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അനുഗ്രഹകാലം വരെ സക്കറിയ 11:10 പ്രാർത്ഥിക്കുന്നു, സന്തുഷ്ടിയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അനുഗ്രഹം നൽകണമേ. പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്തുഷ്ടി എന്ന് പറയുന്ന കൃപയുടെ ഇഫക്ട്സ് നമുക്ക് അവകാശമാക്കാൻ വേണ്ടിയുള്ള എളുപ്പ വഴി എന്താണെന്നറിയാമോ? അതിന് നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ കർത്താവുമായിട്ട് അതിൻ്റെ കല്യാണം കഴിച്ച പോലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ കർത്താവുമായിട്ട് ഈ ഭൂമിയിൽ ഏറ്റവും സാധ്യമായ ഒരു റിലേഷനിലേക്ക് വരികയാണ്. നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ്? ദൈവത്തെ സ്നേഹിക്കാൻ, സ്നേഹത്തിൽ വളരാൻ. സിമ്പിളല്ലേ? അല്ല ജോലി കിട്ടാനാണ്, വീട് വെക്കാനാണ്, ഭർത്താവിൻ്റെ കുടിമാറാണെന്ന്. യു ഷുഡ് നോട്ട് ടോക്ക്. ദിസ് ഇസ് നോട്ട് അവർ സബ്ജക്റ്റ്. അത് നമ്മുടെ സബ്ജക്റ്റേ അല്ല. അത് ആരുടെ സബ്ജക്റ്റാണത്? കർത്താവിൻ്റെ സബ്ജക്റ്റാണ്. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയങ്ങൾ ഇനി നമ്മുടെ സബ്ജക്റ്റ് അല്ല. ആരുടെ സബ്ജക്റ്റാണത്? കർത്താവിൻ്റെ സബ്ജക്റ്റാണ്. എൻ്റെ മക്കൾക്ക് ജോലി കിട്ടണതും നിൻ്റെ മകൻ ജയിലിലാണെങ്കിൽ അവനെ ഇറക്കിക്കൊണ്ട് പോകണമല്ല നമ്മുടെ സബ്ജക്റ്റ് അല്ല. ഇനി ഉടമ്പടി ആയിക്കഴിഞ്ഞാൽ അത് ഫുൾ ആൻഡ് ഫുൾ കർത്താവിൻ്റെ സബ്ജക്റ്റാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതെ ഇത് ഇവിടെ എഴുതിയിട്ടും തലയിൽ അത് ചുവന്നു നടക്കരുത്. മറിച്ച് നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? എന്തിനാണ് ഉടമ്പടി ചെയ്യുന്നത് പറയുമ്പോൾ നിങ്ങൾ പറയും അത് ജോലിയില്ലല്ലോ അതുകൊണ്ടാണ് ഉടമ്പടി ചെയ്തത്. അങ്ങനെ പറയരുത്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളോട് ചോദിക്കുകയെ എന്തിനാണ് ഉടമ്പടി ചെയ്തത്? അല്ലേ പുള്ളിക്കാരൻ വെള്ളത്തിൽ ഇപ്പോൾ കുളിക്കല്ലേ, ജീവിതം പൊറുതി പൊട്ടിയിട്ടാണ് ഉടമ്പടി ചെയ്യുക. അങ്ങനെ പറയരുത്. നിങ്ങളെന്താ പറയേണ്ടത്? എന്തിനാണ് ഉടമ്പടി ചെയ്തത്? ദൈവത്തെ സ്നേഹിക്കാൻ, സ്നേഹത്തിൽ നിലനിൽക്കാൻ. ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും. അതൊരു ടെമ്പററി അറേഞ്ച്മെൻറ്റാണ്. പക്ഷെ അത് എപ്പോഴും അതിങ്ങനെ ദൈവം അത് പരിഗണിക്കത്തില്ല. നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ദൈവം അത് രജിസ്റ്റർ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ള ഒരു പ്രോസസ്സുണ്ട്. അത് ദൈവത്തിന് നിലനിൽക്കത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം അത് രജിസ്റ്റർ ചെയ്യത്തില്ല. അതൊരു അപകടമാണ്. പലർക്കും വരുന്നൊരു അപകടമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു നോട്ടാണത്. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ഭയങ്കരമായ വാക്കാണിത്. എന്താണ്? യോഹന്നാൻ 15:9 വായിച്ചേ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ പറഞ്ഞേ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇതാണ് ഡേഞ്ചറസ് പോയിന്റ്. ഇവിടുത്തെ നിങ്ങൾ മെഡിസിൻ ചെയ്യേണ്ടത് ഇവിടെയാണ്, മെഡിസിൻ എടുക്കേണ്ടത് ഇവിടെയാണ്. സ്നേഹിക്കുന്നതിന് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ദൈവം ആ സ്നേഹം റെക്കോർഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ കളികൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല ഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ടെമ്പററി അറേഞ്ച്മെൻറ്റ്, ഒരു ജോലി വാങ്ങിക്കാനോ അല്ലെങ്കിൽ പറമ്പ് വിൽക്കാനോ ക്ഷീണം മാറാനോ ഉള്ള
ടെമ്പററി അറേഞ്ച്മെൻറ്റുമായിട്ടാണ് നിങ്ങൾ വരണത്. അപ്പം തന്നെ ഉടമ്പടിയിൽ രജിസ്റ്റർ ഉണ്ട്. അത് നിങ്ങളെ ഉടമ്പടി ചെയ്തതായിട്ട് ദൈവം രജിസ്റ്റർ ചെയ്യുന്നില്ല. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് കണ്ട വണ്ടിയും പിടിച്ച് ഇവിടെ വന്ന് പട്ടിണി നിന്ന് 4 മണിക്കൂർ ക്ലാസ് എടുത്ത് ഇവിടെ ഉടമ്പടി ചെയ്തിട്ട് വീട്ടിൽ പോകുമ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ പേര് വിളിക്കുമ്പോൾ സുശീലിക്കുട്ടി ഇല്ല. കർത്താവ് എൻ്റെ പേര് വിളിച്ചില്ല, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പിടിക്കുന്നു വരുന്നതാണേ. അവിടെ ബസ് റൂട്ട് പോലും ഇല്ല, ഞങ്ങൾക്ക് അവിടെ ബസ് റൂട്ട് പോലും ഇല്ല. ജീപ്പിന് വെച്ച് എനിക്ക് ജീപ്പിന് 6 പേര് വന്നാൽ മാത്രമേ നമുക്ക് 50 രൂപ കൂടത്തുള്ളവർ. 6 പേരില്ലാത്ത കാരണം 6 പേരുടെ കാശ് ഞാൻ ഒറ്റ കൊടുത്തേ വന്നിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ പേരെന്താ നീ ഉടമ്പടി ഞാൻ എടുത്ത കൂട്ടത്തിൽ ഇന്ന് വായിച്ച് ഉടമ്പടി എടുത്ത ആൾക്കാരുടെ പേരിൽ എൻ്റെ പേരില്ലാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയും, നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ പറമ്പ് റബ്ബർ തോട്ടം വിൽക്കാൻ വേണ്ടി വന്നതല്ലേ, നീ വിറ്റ് കഴിയുമ്പോൾ നീ ഗുഡ് ബൈ പറയത്തില്ലേ, അങ്ങനെ നിലനിൽക്കാത്ത ആൾക്കാരെ ഉടമ്പടി രജിസ്റ്റർ ചെയ്യത്തില്ലെന്ന് പറയും. ഇതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. ഇത് വായിച്ചു കേട്ടില്ലേ നിങ്ങൾ? ഞാൻ കൈ നീട്ടമല്ല, എന്താ വായിച്ചത്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ 15:9 യോഹന്നാൻ ഒന്ന് വായിച്ച് പറഞ്ഞ്, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നിലനിൽക്കുവിൻ. ഇതിൻ്റെ അകത്തൊരു വല്ലാത്തൊരു വിഷയമാണ്. ഈ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് പറഞ്ഞ്, എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ സിമ്പിളാണ്, ഈ വിഷയം സിമ്പിളാണ്. കാര്യം ഈശോ എങ്ങനെ നിലനിന്നെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ നോ ഹൗ ടെക്നിക്കാലിറ്റി പറയുന്നുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കൾ, ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. ആധ്യാത്മിക ജീവിതം, ദൈവസ്നേഹ സഹവസിപ്പ് എന്നാണ് ഈ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മറുപേരെന്ന് പറയണത്. അത് സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ദൈവം ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ടെമ്പററി അറേഞ്ച്മെൻറ്റ് ദൈവം ഉദ്ദേശിക്കണില്ല. ഈ മനുഷ്യന്മാർക്ക് വന്നിരിക്കുന്ന അബദ്ധം അതാണ്. അവരെ ടെമ്പററി അറേഞ്ച്മെൻറ്റേ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? ചില ഇന്നാളുടെ ചേട്ടൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചു 90 ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളെന്ന് ഉടമ്പടിയേ. 90 വന്ന് തല വെക്കരുത് കേട്ടോ. ആലപ്പുഴ 90 ദിവസത്തില 900 ദിവസത്തെ പരിപാടിയാണിത്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ആലപ്പുഴ വരുന്നുണ്ടോ, ഉടമ്പടി പുതുക്കുന്നുണ്ടോ, അല്ല പ്രശ്നം. ആലപ്പുഴ വരുന്നത് ഉടമ്പടി പിടിക്കുന്നത് ടെക്നിക്കാലിറ്റി കാര്യമാണ്. അതല്ല, അത് വന്നാലും വന്നില്ലേലും. മറിച്ച് എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ. അപ്പൊ ക്രിസ്തു എങ്ങനെയാണ് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്? എങ്ങനെയാണ് പറഞ്ഞ്? ഈശോ എങ്ങനെയാണ് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്? ആ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ. അപ്പം പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ, വചനം പാലിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് നിലനിൽക്കാൻ പറ്റും. ദൈവസ്നേഹത്തെ നിലനിൽക്കാൻ പറ്റും. വചനം എന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങേപ്പോലെ ഞങ്ങളും ദൈവകൽപ്പനകള് കർത്താവിന്റെ വചനങ്ങള് പാലിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇനി
നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ ഈശോ പറഞ്ഞല്ലേ. എങ്ങനെയാണ് നമ്മൾ നിലനിൽക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവരുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പക്ഷേ അവിടെ പ്രശ്നം വെച്ചാൽ എങ്ങനെയാണ് കൽപ്പനകൾ പാലിക്കണത്? കൽപ്പനകളല്ല പ്രശ്നം ഇവിടെ. നിങ്ങൾ സാങ്കേതികമായിട്ട് കുറേ കൽപ്പന പാലിച്ചാൽ പറ്റത്തില്ല. എങ്ങനെയാണ്? ഈശോ പറഞ്ഞത് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ. അപ്പോൾ കൽപ്പനകൾക്കല്ല പ്രാധാന്യം അവിടെ. പിന്നെയും മാറിക്കണ കാര്യം ടെസ്റ്റ് ചെയ്യണം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 14:23 യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വിഷയം ഇപ്പൊ ക്ലിയർ ആയില്ലേ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ എന്തിനാ ഉടമ്പടി എടുക്കണേ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. 14:23. അപ്പോൾ എന്തിനാ ഉടമ്പടി എടുക്കണേ? സ്വരത്തിൽ പറ. ദൈവത്തെ കൽപ്പന പാലിക്കാനല്ലല്ലോ, അതാ വിഷയം. കൽപ്പന പാലിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ രീതി ജീവിക്കുകയാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ അതിൻ്റെ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കണത് വസ്തുസ്നേഹമാണോ വിഷയസ്നേഹമാണോ എന്നറിയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പലപ്പോഴും കാണിച്ചു കൂട്ടിയിരിക്കണത് എന്താ പറയുക? പശ്ചാത്താപം എവിടുന്നാണ് വേണ്ടതെന്നറിയാമോ? പശ്ചാത്താപം വേണ്ട സ്ഥലങ്ങൾ പറയുകയാണെന്ന്. പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെ നിന്നാണ് വീണ് പോയതെന്ന് ശ്രദ്ധിക്കാൻ പറയും. വചനം അവസാനിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിങ്ങൾ എവിടെ നിന്നാണ് വീണ് പോയതെന്ന് കേൾക്കുവിൻ, നോക്കുവിൻ. വെളിപാട് 2:5. വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ദീപപീഠം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമാണ്. ദീപനാളവും എല്ലാം ബൈബിളിൽ എന്തിൻ്റെ പ്രതീകമാണ്? വിശ്വാസത്തിന്. നീ ഇവിടെ എന്താ പറയണത്? വെളിപാട് 2:5 ഒന്നര വായിച്ചേ. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അപ്പൊ വിശ്വാസം എടുത്ത് കളയുമെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? പശ്ചാത്തപിച്ചില്ലെങ്കിൽ, പശ്ചാത്തപിക്കാത്ത ജീവിതം തുടർന്നാൽ സംഭവിക്കാൻ പോകുന്ന പരിണത ഫലം എന്താണ്? വിശ്വാസം എടുത്ത് കളയും. പിന്നെന്ത് ചെയ്യും? അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? പ്രാർത്ഥനാ ജീവിതം പോകും. പല ആൾക്കാരുടെയും പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞതിൻ്റെ കാരണം എന്താ? വിശ്വാസം പോയിട്ടാണ്. വിശ്വാസം പോകാൻ കാരണം എന്താണ്? പശ്ചാത്തപിക്കാത്തത് കൊണ്ടാണ്. പശ്ചാത്തപിക്കേണ്ടത് എന്താണ്? പശ്ചാത്തപിക്കേണ്ടത് നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണമെന്ന് പറയും. എന്താ പ്രശ്നം? ഏത് അവസ്ഥ? അത് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. എവിടെ നിന്നാണ് ഈ തകർച്ച തുടങ്ങിയത്? എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയും. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തകർച്ച തുടങ്ങും ചിലർക്ക്. എന്താ കാര്യം? ആ മിസ്പ്ലഗിങ് കൊണ്ടുകൊണ്ടാണ്. നിങ്ങളവിടെ വിളിച്ച് ചോദിക്കണേ, എന്തിനാണ് ഉടമ്പടി എടുത്തത്? അതെ, അവനിപ്പോൾ കുറച്ച് ചുറ്റിക്കളി കൂടുതലാണ്, അതുകൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണെന്ന്. തീർന്നില്ല പരിപാടി. തകർച്ച തുടങ്ങി. നീ ഏത് അവസ്ഥയിൽ നിന്ന് അതപ്പച്ചോന്ന് അറിയണമെന്ന്. ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ വീട്ടുകാർ നാട്ടുകാർ ചോദിക്കുക, എന്തിനാണ് ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ പോയത്? അതെ, ആ വസ്തു വിൽക്കാൻ. വസ്തുവിന് വഴിയൊന്നുമില്ല. വഴിയില്ലാത്ത വസ്തു കണ്ടവൻ്റെ പെട്ടെന്ന് കെട്ടിവെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പാർട്ടി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വഴിയില്ലാത്ത വസ്തുവിന് കർത്താവ് വഴി ഉണ്ടാക്കി തരും. അത് മറ്റുള്ള അറിയിക്കാതെ അവൻ്റെ പെടയ്ക്ക് വേണ്ടി കെട്ടിവെക്കേണ്ട കാര്യമില്ല.
അപ്പം നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് നീ ചിന്തിക്കണം. ഈ നിന്നോട് ചോദിക്കണം, എന്തിനാണ് ഉടമ്പടി എടുത്തത്? ജോലിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് 3 തോറ്റ്. OET എഴുതി ഞാൻ മടുത്ത്. ഇനിയിപ്പോൾ ഞാനങ്ങോട്ട് MOH എഴുതാവാൻ നോക്കുകയാണ്. അതിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവിടെ MOH ആണ് OET ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വിദേശത്ത് ജോലിയൊന്നും എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ദൈവമാണ് തീരുമാനിക്കേണ്ടത്. ദൈവമാണ് തീരുമാനിക്കേണ്ടത്. OET ആണ് MOH ആണെന്ന് ദൈവം തീരുമാനിക്കണം. അപ്പോൾ നീ എന്തിനാണ് ഉടമ്പടി എടുത്തത്? ഞാൻ OET 3 പ്രാവശ്യം എഴുതി, ഇനി MOH എഴുതണം, IELTS എഴുതണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഇതൊന്നും അല്ല ഉടമ്പടിയുടെ ഇഷ്ടം. എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്? കർത്താവിനെ സ്നേഹിക്കാൻ. അതാണ് ഉത്തരം. ബാക്കിയുള്ളത് നമ്മുടെ വിഷയമല്ല. എന്തിനാണ് ഉടമ്പടി എടുത്തത്? കർത്താവിനെ സ്നേഹിക്കാൻ. രണ്ടാമത്തെ ഉത്തരം എന്താണ്? അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ. എത്ര ദിവസത്തേക്ക്? 90 ദിവസത്തേക്ക്. അപ്പം അതാണ്. പക്ഷേ അങ്ങനെ ഒരാളിന് 90 ദിവസത്തേക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. 90 ദിവസത്തേക്ക് ഒരാളിന് നിലനിൽക്കാൻ പറ്റത്തില്ല. വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഉടമ്പടി എടുക്കുന്നവരാണ് 90 ദിവസം കഴിയുമ്പോൾ ഉഴപ്പണത്. വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉടമ്പടി ജീവിക്കേണ്ടത്. ആരാണ്? കർത്താവിനെയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കത്തും, അല്ലെങ്കിൽ കത്തത്തില്ല, നനഞ്ഞിരിക്കും. ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ ഒത്തിരി കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും, വരണ്ട തൊണ്ടയുമായിട്ട് എഴുന്നേറ്റ് വരും. അങ്ങനെ ഒരു അവസ്ഥ ആൾക്കാർക്കുണ്ട്. Take the bed of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 29:8. യെശയ്യാ 29:8. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. ബൈബിൾ എന്ത് രസമാണെന്നറിയാമോ? ഓരോ മനുഷ്യൻ്റെ എല്ലാ വിധത്തിലും ഉഡായിപ്പുകൾ ഇങ്ങനെ വെളിവാക്കും. നിങ്ങൾ ഉടമ്പടി എടുത്തതായിട്ട് ഇങ്ങനെ സ്വപ്നം കാണും. 90 ദിവസം കഴിയുമ്പോൾ ഉടമ്പടി എടുക്കാത്ത വരണ്ട തൊണ്ടയായിട്ട് എഴുന്നേറ്റ് തന്നെ കാണാം. ഉടമ്പടി എടുത്തായിട്ട് സ്വപ്നം കാണുകയാണ്. ഞാൻ ഉടമ്പടിയിലാണ് ജീവിച്ചതാണെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നത് മാത്രമാണ്. ചില ആൾക്കാരുടെ ഉടമ്പടി സ്വപ്ന ഉടമ്പടിയാണ്. യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനെ എന്തോ തിരക്കിൽ കൊണ്ടുവന്ന് എഴുതി, എന്തൊക്കെ കേട്ട് കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി ഇവിടെ ഇട്ടതും പോയി. സ്വപ്ന ഉടമ്പടി. പല ആൾക്കാരും ദൈവത്തെ അറിയാതെ എടുത്തിരിക്കുന്ന ഉടമ്പടിയെല്ലാം സ്വപ്ന ഉടമ്പടിയാണ്. സ്വപ്ന ഉടമ്പടിയുടെ ഫീച്ചേഴ്സ് എന്താണ്? വിഷയത്തിനായിരിക്കും പ്രാധാന്യം. ജോലി, വീട്, വിവാഹം, വിസ വന്ന, ഓഫർ ലെറ്റർ വന്ന, പറമ്പ് മേടിക്കുന്ന ആൾ വന്ന, ഈ വിഷയത്തെക്കുറിച്ച് തന്നെ എപ്പോഴും ഇങ്ങനെ അങ്കലാപ്പിരിക്കും. അത് ഉടമ്പടിക്ക് മുമ്പ് അവരങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ്. അങ്കലാപ്പം അവർക്ക് മാറിയിട്ടില്ല. അതാണ് സ്വപ്ന ഉടമ്പടിക്കാർ. സ്വപ്ന ഉടമ്പടിക്കാർ 90 ദിവസം കഴിഞ്ഞാലും ഉടമ്പടി എടുക്കാത്ത പോലെ എഴുന്നേറ്റ് തന്നെ കാണാം. ഒന്നും നടക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? വിഷയത്തിൽ നിന്ന് അൺപ്ലഗ് ചെയ്യണം. നിങ്ങൾ വിഷയത്തിൽ നിന്ന് അൺപ്ലഗ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം അത് നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണത്. നമ്മുടെ വിഷയം എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കാൻ. രണ്ടാമത്തെ എന്താണ്? ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ. കൈയടിച്ചിട്ട് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ ഈ ഉടമ്പടി ക്ലാസ് കൂടി കഴിയുമ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് ശ്രദ്ധിച്ചാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ 30, 60, 100 മേനി ബലം ഉണ്ടാകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കോർട്ട് ദി പോയിന്റിലൂടെയാണ് ഉടമ്പടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം, ഇപ്പം തന്നെ ആ നിരീശ്വരവാദി എന്ന് പറഞ്ഞ പാർട്ടിയില്ലേ, ഈ മാനുവൽ, അവനെന്താ ചെയ്യിക്കണേ? അവനിപ്പോൾ പത്രം കൊണ്ടുനടന്ന് എല്ലാ വീട്ടിലും കുടിക്കും. എന്താ പറയുക? അപ്പോൾ ആൾക്കാർ ഇവരെ കളിയാക്കും.
ഈ വീട്ടിലൊക്കെ പോയ നിരീശ്വരവാദിയായിട്ട് പ്രസംഗിച്ച പാർട്ടിയാണ്. കാരണം അതേ നാണയത്തിൽ തന്നെ ഇവിടെ വചനം പറഞ്ഞില്ലേ, നിങ്ങൾ എവിടെ നിന്നാണ് വീണ് പോയതെന്ന് ചിന്തിക്കുവേൻ. എന്നിട്ടെന്താ പറയുക? അതേ പ്രവർത്തികൾ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഫുഡ് അഗൈൻ. വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അപ്പോൾ വിശ്വാസം പോയെന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് മുമ്പത്തോളം വിശ്വാസം തോന്നണില്ലെന്നൊക്കെ പറഞ്ഞാൽ ആരും കളഞ്ഞതല്ല, ദൈവം എടുത്ത് മാറ്റിയതാണ്. കാര്യം നീ വിശ്വസിച്ചിട്ട് ദൈവത്തിന് കഞ്ഞി വെക്കേണ്ട കാര്യമില്ലെന്ന്. സിമ്പിളല്ലേ? ഞാൻ നിൻ്റെ ദീപപീഠം എടുത്ത് മാറ്റുമെന്ന്, നിൻ്റെ വിശ്വാസം എടുത്ത് മാറ്റുമെന്ന്. ആർക്കെങ്കിലും വിശ്വാസം കുറവാണെങ്കിൽ നിങ്ങൾ കളഞ്ഞു പോയ സ്ഥലം നോക്കിയെടുക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ കൈകളിലേക്ക് നോക്കിയാൽ മതി. എന്ത് ചെയ്യണം? നീ അതേ പ്രവൃത്തി ചെയ്യാൻ. എവിടെ നിന്നാണ് വീണ് പോയത്? ഇപ്പം അയാൾ ഇമ്മാനുവൽ എന്താ ചെയ്യണത്? അവൻ നിരീശ്വരവാദിയായി കൊട്ടിഘോഷിച്ച സ്ഥലങ്ങളിലും വീടുകളിലും വ്യക്തികളിലും തന്നെ തിരിച്ച് ഈശ്വരവിശ്വാസത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ ചെയ്യാൻ. അതാണ് അതേ പ്രവൃത്തി എന്ന് പറയണത്. അതേ പ്രവർത്തികൾ അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ, പ്രാർത്ഥനയിൽ തെറ്റ് സംഭവിച്ചാൽ, പ്രവർത്തനങ്ങൾ തെറ്റ് ചെയ്താൽ, പിന്നെ എന്താണ്? വേറെ പ്രവർത്തനങ്ങൾ ചെയ്തല്ല അതിലേക്ക് വരണത്. അതേ പ്രവർത്തനങ്ങൾ ചെയ്ത് തന്നെയാണ് വരാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പം നീ എൻ്റെ ഭർത്താവിരുന്ന് അകന്ന് വീട്ടിൽ വന്ന് താമസിക്കുക, നീ ഉദ്ദേശിക്കണത് എന്തായിരിക്കും? അമ്മയെ ഒരു പാഠം പഠിപ്പിക്കുക, അതായിരിക്കും നീ ഉദ്ദേശിക്കണത്. അല്ലെങ്കിൽ നീ പണ്ട് മുതലേ തന്നെ പറഞ്ഞു കാണും, ഞാനൊരിക്കലും കെട്ടിച്ച വീട്ടിൽ താമസിക്കത്തില്ല എന്ന് പറയും. അപ്പനെ അമ്മയെ നോക്കാൻ എന്നെ കിട്ടത്തില്ല. ഇങ്ങനെ നോക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. അതാണ് വിഷയം. എന്തിനാണ് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജോലി കിട്ടാനാണ് പഠിച്ചതെന്നല്ല പറയണത്. ഭർത്താവിൻ്റെ അപ്പനെ അമ്മയെ നോക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചതെന്നാണ് പറയണവർ. ഇത് പുറത്ത് പറയത്തില്ലെങ്കിൽ ഉള്ളിലിരിപ്പ് അതായിരിക്കും. അതായത് നമ്മുടെ പുറത്ത് നമ്മൾ പറയത്തില്ല, ഉള്ളിലിരിപ്പ് അതായിരിക്കും. ഇത് വരുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷയമൊന്നുമില്ല, നീ ജയിക്കും. നീ എത്ര വയസ്സ് വരെ ജയിക്കുമെന്നറിയാവോ? മേ ബി 60 വയസ്സ് വരെ ജയിക്കും. നിനക്ക് പോകാം, സ്വിറ്റ്സർലൻഡിൽ പോകാം, അവിടെ പോയി പ്രസവിക്കാം, കുഴപ്പമില്ല, അവിടുത്തെ പൗരത്വം എടുക്കാം. പക്ഷേ 60 വയസ്സാകുമ്പോൾ ജീവിതം കൊട്ടിക്കലാശമാകത്തില്ലേ? പിന്നെ നീ പെറ്റ മക്കൾ നിനക്കെതിരെ കൈ ഉയർത്തണ കാണാം. അത് കാണാൻ ആരും ഉണ്ടാകത്തില്ല മകളെ. അതിൽ ഒന്നൊന്നര സംഭവം. അതായത് പല മക്കളും അമ്മമാർക്കെതിരെ കൈ ഉയർത്തുമ്പോൾ ഓർക്കണം, അങ്ങനെ ഉയർത്തത്തില്ല. നിങ്ങളുടെ മനസ്സിൽ നേരത്തെ ദൈവത്തിന് നിരക്കാത്ത പല ചിന്താഗതികളും കൊണ്ടാണ് ഈ സംഭവത്തിൽ നീ ജനിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ പശ്ചാത്തലപ്പിക്കുമ്പോഴേ നിങ്ങൾ എവിടെ നിന്നാണ് വീണ് പോയെന്ന് നോക്കണം. ഇന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൈ ഉയർത്തുകയോ നിങ്ങൾക്ക് സമാധാനം കിട്ടാത്ത രീതിയിൽ അവർ പെരുമാറുക ചെയ്യുമ്പോൾ ഓർക്കണം, നീ കല്യാണം കഴിക്കണമെമ്പോൾ തന്നെ ദൈവത്തിന് നിരക്കാത്ത തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ്? ഞാൻ വിടുമ്പം നോക്കത്തില്ല, എന്നെ ഇങ്ങനെ ആൾക്കാരെ ആശുപത്രി കൊണ്ടുപോകാനൊന്നും കിട്ടത്തില്ല, ഞാൻ എൻ്റെ വഴി നോക്കും, അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കണതിൻ്റെ ഉദ്ദേശം. നീ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം നല്ലതാണ്, പക്ഷേ പഠിക്കണത് നല്ലതാണ്, ഉദ്ദേശം എന്താണെന്നുള്ളത് നീ നോക്കണം. ഉദ്ദേശം അതിനകത്ത് ദൈവത്തിന് വല്ല സ്ഥാനമുണ്ട്. നിൻ്റെ ഉദ്ദേശങ്ങളിൽ നിനക്ക് മാത്രമേ സ്ഥാനമുള്ളെങ്കിൽ, കർത്താവ് പണ്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്കാ 11:23. ലൂക്കാ 11:23. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പം എന്താ പ്രശ്നം? എന്നോട് കൂടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ കർത്താവ് കക്ഷിയായിരിക്കണം. നിങ്ങളുടെ തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ കർത്താവ് കക്ഷിയായിരിക്കണം. എന്നുവെച്ചാൽ എന്ത് തീരുമാനം എടുത്താലും കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും
എപ്പോഴും നിർഭാഗ്യവശാൽ തീരുമാനങ്ങളിലൊന്നും കർത്താവില്ല. കർത്താവിനെ കൂടാതെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇപ്പം നീ പ്രണയിക്കുന്നതാണ് ശരി, അവിടെ കർത്താവ് കക്ഷിയല്ല. എൻ്റെ കണ്ണ് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നീ കല്യാണം കഴിച്ചു എന്നേ ഉള്ളൂ, അവൻ്റെ പേരിൽ കുറേ കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും കർത്താവ് കക്ഷിയേ അല്ല. വിശ്വാസം കക്ഷിയല്ല. വിശ്വാസം ഉണ്ടായാലും എന്ത് ഇല്ലെങ്കിലും എന്താകുന്നു നിനക്ക്. നീ ഒരു തീരുമാനം എടുത്തപ്പോൾ കർത്താവ് അതിൽ കക്ഷിയല്ല. നീ എടുത്ത തീരുമാനങ്ങളൊന്നും കർത്താവ് കക്ഷിയല്ല. ഞാൻ ചില പെൺപിള്ളേർ ചോദിക്കും, നിൻ്റെ പിള്ളേരെ നീ വിശ്വാസം വളർത്താൻ പറ്റുമോ? അവർക്ക് മിണ്ടാൻ പറ്റത്തില്ല, അറിയത്തില്ല. കാര്യം വിശ്വാസമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ നിൻ്റെ കുഞ്ഞുങ്ങളെ നീ എങ്ങനെ വിശ്വാസം വളർത്തും? അറിയത്തില്ല. കാര്യം എന്താണ്? ആ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന വിഷയത്തിലോ വളർത്തുന്ന കാര്യത്തിലോ കർത്താവ് കക്ഷിയല്ല. പിന്നെ എന്താ സംഭവിക്കാൻ പോണത്? എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ, എന്നോട് കൂടെ തീരുമാനമെടുക്കാത്തവർ ചിതറിച്ച് കളയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിതറിപ്പോയി, നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നിൻ്റെ മക്കളും നിൻ്റെ ജീവിതവും അവസാനം നിനക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഞാനൊന്നും പറയണ്ട, നിങ്ങൾ ഇരുന്ന് നിലവിളിക്കും. എന്താ കാര്യം വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. നിങ്ങളിന്ന് മക്കളെ കൊണ്ട് വേദന അനുഭവിക്കുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങൾ കർത്താവിൻ്റെ കൂടെ എടുത്ത തീരുമാനമായിരുന്നു അതെന്ന്. അതാണ് ബൈബിൾ പറയണത്. നിങ്ങൾ എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുവിൻ. അല്ല, മക്കളെ കൊണ്ട് ധ്യാനം കുടിക്കണ കൊണ്ട് പരിപാടി നടക്കത്തില്ല. മക്കളെ കൊണ്ടൊന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്ത് തിരക്ക് പിടിപ്പിച്ച പരിപാടി നടക്കത്തില്ല. നിങ്ങൾ എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുവിൻ. അവിടെ സംഭവം വിട്ടത്തില്ല മോളെ. ഇറ്റ് സൗണ്ട് ഓഫ് ഹെവൻ. കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ചിലർക്ക് നമ്മൾ എങ്ങനെ സംസാരിച്ചാലും ഒരു പശ്ചാത്താപം ഉണ്ടാകത്തില്ല. അതിൻ്റെ കാരണം ഞെരുക്കങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പശ്ചാത്താപം ഉണ്ടാക്കാൻ പാടാണ്. ദാരിദ്ര്യം, രോഗം, കടങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന വിഷമതകൾ, കുടുംബത്തിലുണ്ടാകുന്ന മാനസിക ഞെരുക്കങ്ങൾ, അത് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആർക്കും പശ്ചാത്താപം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കും പശ്ചാത്താപം ഉണ്ടാകത്തില്ല. ഞാൻ ഈ ഗതി കെട്ടിരിക്കണത് എൻ്റെ കൈ ഇരിപ്പ് കൊണ്ടാണെന്നാണ് നിങ്ങൾ ധരിക്കണത്. അങ്ങനെയും ചിന്തിച്ചൊരു കാര്യമില്ല. കുറച്ച് കാര്യമായിരിക്കുമെങ്കിലും അത് ദൈവത്തിൻ്റെ സ്നേഹം അതിനേക്കാൾ വലുതാണല്ലോ. എൻ്റെ മക്കൾ പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം? സിമ്പിളാണ്. എന്താണ്? സ്നേഹത്തിൽ നിന്നാണ് പശ്ചാത്താപം ഉണ്ടാകണത്. നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ തൊടണം. ഇല്ലാതെ പശ്ചാത്താപം ഉണ്ടായിക്കഴിഞ്ഞാൽ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാകും. ഇല്ലാതെ പശ്ചാത്താപം ഉണ്ടാകും. നമുക്ക് ഇപ്പോൾ ഒരു മരത്തിൽ കയറി ആ മരത്തിൽ നിന്ന് വീണ് അതിൻ്റെ നടുവുളുക്കിയെന്ന് വിചാരിച്ചു. അവന് ആശുപത്രി കിടക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞതാണ് കയറല്ലേ എന്ന്. ഞാൻ കയറിയതാണ്, അമ്മ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് അങ്ങനെ ഒരു പശ്ചാത്താപം ഉണ്ടാകാം. പക്ഷേ സുവിശേഷത്തിലെ പശ്ചാത്താപം അങ്ങനെയുള്ള പശ്ചാത്താപമല്ല. പശ്ചാത്താപം എന്ന് പറയുന്നത് ദൈവസ്നേഹം അനുഭവിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മനപരിവർത്തനമാണ്. ആ ഒരു തെറ്റ് ശരിയാണ്, ആ ഒരു ഇൻസിഡൻറ്റ് ബേസ്ഡല്ല. നിങ്ങളിപ്പോഴും തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടായി, നിങ്ങൾക്ക് രോഗം കിട്ടിയണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു കുഴപ്പത്തെ ഉണ്ടായി, അങ്ങനെ ആ ഒരു വിഷയം അടിസ്ഥാനപ്പെടുത്തിയല്ല സുവിശേഷത്തിലെ പശ്ചാത്താപം ഇരിക്കണത്. സുവിശേഷ പശ്ചാത്താപം ഇരിക്കുന്നത് ദൈവസ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എൻ്റെ മക്കൾക്ക് ഒരു ടെമ്പററി അല്ലാത്ത ഒരു നീണ്ട നിലവാരത്തിലുള്ളൊരു പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ദൈവസ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പശ്ചാത്താപത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായ? അല്ല, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ജോലി കിട്ടാത്തതും കല്യാണം താമസിക്കുന്നതും എൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ്. അത് അമ്മമാർ പറയും. വെറുതെ അല്ല നീ മൂത്ത് നിരച്ചുകൂടെ നിൽക്കണമെന്ന് പറയും. അവർ പറയണമെന്ന് കേട്ടില്ലെങ്കിലേ, അവർ പറഞ്ഞ കാര്യം കേട്ടില്ലെങ്കിൽ അമ്മ ഉടനെ എടുത്ത് അമ്മ പോലും വാളെടുക്കണത് എന്താണ്? വെറുതെ അല്ല നീ മൂത്ത് നിരച്ച് വീട്ടിൽ നിൽക്കണത് എന്ന് പറയും. അപ്പോൾ ഞങ്ങളവർക്ക് ദൈവമേ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലെ കേൾക്കാത്തത് കൊണ്ടായിരിക്കും എനിക്ക് പെണ്ണ് കിട്ടാത്തത്, അല്ല ചെറുക്കെ കല്യാണം കഴിക്കാത്തതിനോ. സുവിശേഷ പശ്ചാത്താപം അമ്മ പറയുന്ന അടുക്കളയിൽ പറയണ ഭീഷണിയൊന്നുമല്ല. സുവിശേഷത്തിൻ്റെ പശ്ചാത്താപം എന്ന് പറയണത് ദൈവസ്നേഹത്തെ ഒരു വ്യക്തി അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നതാണ്. അതാണ് നീണ്ടു നിൽക്കത്തുള്ളൂ. അമ്മ പറയണത് കുറച്ച് കഴിയുമ്പോൾ തീരും. ടെമ്പററി ആയിട്ടുള്ള പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഗ്രേസ് ഗീവിങ് ആയിട്ടുള്ള ചാർജിങ് ആയിട്ടുള്ള പരിശുദ്ധാത്മ കിട്ടുന്ന പശ്ചാത്താപം എന്ന് പറയണത് ദൈവസ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്.
അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ദൈവസ്നേഹത്തിൽ നിറയാനും നിലനിൽക്കാനും. എന്തിനാണ് ഉടമ്പടി എടുത്തത്? ദൈവസ്നേഹത്തിൽ നിറയാനും നിലനിൽക്കുവാനാണ് ഉടമ്പടി എടുത്തത്. എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നിറയണത്? അപ്പം നിങ്ങൾക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇപ്പം ഞങ്ങളൊക്കെ എന്തുമാത്രം പറഞ്ഞാലും, ഇപ്പം നിങ്ങൾ പ്രാരംഭ ധ്യാനം, വളർച്ച ധ്യാനം, പ്രാർത്ഥന, ആന്തരിക സൗഖ്യ ധ്യാനം, പ്രാർത്ഥന അനുഭവ ധ്യാനം, ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ പറയും, അവർ പറയും അത് വിഷമസ്മരണകളാണ്, മുറിവേറ്റ ചിന്തകളാണ്, വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. അങ്ങനെയൊന്നുമല്ല, അതൊന്നുമില്ല. അത് സൈക്കോളജിക്കാർ പറയണതാണ്. യഥാർത്ഥ കാര്യം, ദൈവത്തിന് നിന്നിൽ ദൈവസ്നേഹം ഇംപ്ലാന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരുക്കമുള്ള ഹൃദയം എന്ന് പറയുന്നത്. ഒരുക്കമുള്ള ഹൃദയം. Take the word of God. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. 119 സങ്കീർത്തനം 32 തിരുവചനം. സങ്കീർത്തനം 119:32. ഒരുക്കമുള്ള ഹൃദയം, ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ഇതാണ് എൻ്റെ മർമ്മം. നമുക്ക് 119 സങ്കീർത്തനം 32 വായിച്ച്. ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. അപ്പൊ ഒരുക്കമുള്ള ദൈവത്തെ സ്നേഹിക്കാൻ ഒരുക്കമുള്ള ഹൃദയം ആര് തരണം? ദൈവം തരണം. ഇത് തന്നെ ഒരു പ്രശ്നമാണ് പശ്ചാത്താപത്തിനും ഉള്ളത്. അതും തരേണ്ടത് ആരാണ്? ദൈവമാണ് തരേണ്ടത്. അതാണ് ആ വചനം എടുത്ത മനെ, ദൈവം പശ്ചാത്താപം തരണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18. ആക്സ് 11:18. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. 2 പോയിന്റ് പരിശുദ്ധാത്മാവ് വെളിവാക്കിയിട്ടുണ്ട്. എന്താ സംബന്ധിച്ച്? ഒന്ന്, പശ്ചാത്താപം നൽകേണ്ടത് ആരാണ്? ദൈവം. നമ്മൾ ആദ്യം പറഞ്ഞ ഒരുക്കമുള്ള ഹൃദയം എന്തിനുള്ളൊരുക്കാണ്? ദൈവത്തെ സ്നേഹിക്കാൻ ഒരുക്കമുള്ള ഹൃദയമാണ് കേട്ടോ. മറന്നു പോരുത്. ദൈവത്തെ സ്നേഹിക്കാൻ ഒരുക്കമുള്ള ഹൃദയം ആരാണ് തരേണ്ടത്? ദൈവം. പശ്ചാത്താപം ആരാണ് തരേണ്ടത്? ദൈവം. അതായത് വിഷയം ഇതാണ്. ഈ 2 സംഭവമാണ്. അതായത് ഈ കോളേജിലെ പരിപാടി പോലെയാണ് ഈ സംഭവം. ഇപ്പം നമ്മുടെ കോളേജിൽ അഡ്മിഷൻ വേണം. നമുക്കൊരു വെള്ള പേപ്പർ എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ ചെന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ മേടിക്കണം. അവരുടെ ആപ്ലിക്കേഷനിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷകളുടെ ആപ്ലിക്കേഷൻ അവിടുന്ന് ഇഷ്യൂ ചെയ്യുമെന്ന്. നമുക്ക് വെള്ള പേപ്പർ എഴുതി കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾ ആപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ പറയും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വെക്കാൻ പറയും. പണി പാലും വെള്ളത്തിലായി. നിങ്ങൾ ആ കോളേജിൽ ആപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ പറയും ഏത് സബ്ജക്റ്റാണ്, ഏത് ഗ്രൂപ്പാണെന്ന് ചോദിക്കും. എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ട് പറയും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വെക്കാൻ പറയും. മാർക്ക് ലിസ്റ്റ് വെക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ച വിഷയത്തിന് ആവശ്യമായ മാർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ തരത്തില്ല. പ്രശ്നം തീർന്നു. അപ്പോൾ ഉള്ള പ്രശ്നം ഒരുക്കമുള്ള ഹൃദയത്തിൻ്റെ ആപ്ലിക്കേഷൻ ദൈവം തരേണ്ടതാണ്. പിന്നെ എന്താണ്? പശ്ചാത്താപത്തിൻ്റെ ആപ്ലിക്കേഷനും ദൈവം തരേണ്ടതാണ്. ഇതൊരു സീരിയസ് വിഷയമാണ്. പക്ഷെ നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും. മക്കൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് വെളിപാടിൻ്റെ ആ ഫോർമുല എടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടും. വെളിപാടിന് എന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അതപ്പതിച്ചതെന്ന് ചിന്തിക്കുവൻ. അതേ പ്രവർത്തികൾ തന്നെ ചെയ്യാൻ. മനസ്സിലായില്ലേ? ഇപ്പം എന്താണ് നീ ഭർത്താവിൽ നിന്ന് അല്ലെ ഭാര്യയിൽ നിന്ന് ഭാര്യനെ ഓടിച്ചിട്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. നീ എന്ത് ചെയ്യണം? അതേ പ്രവൃത്തി ചെയ്യണം. പോയി വിളിച്ചോണ്ട് വരണം. അതാണ് വിഷയം. അല്ല ഇവിടെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അല്ല പോയി കുമ്പസാരത്തിനും കാര്യമില്ല. യു ഷുഡ് ഡു ദ സെയിം തിങ്. അതുകൊണ്ടാണ് നീ എൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റത്തില്ലെന്ന് പറയണത്.
സിസ്റ്റർ അതെടുത്തേ. 39-ാം സങ്കീർത്തനം 7-ാം തിരുവചനം, 7-ാം വാക്യം. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. ഇതിന്റെ പ്രശ്നം മനസ്സിലായില്ലേ? അതായത് നമ്മൾക്ക് നമ്മുടേതായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത മോങ്ങിയ അല്ലെങ്കിൽ മനസ്താപൂർണം ചെല്ലിയ ഈ സംഭവം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നീ എവിടെ നിന്നാണ് വീണത്, അധപ്പതിച്ചത്, അതേ പ്രവൃത്തി തന്നെ ചെയ്യണം. എവിടെ നിന്ന് ആരുമായിട്ടാണ് നീ തെറ്റ് ചെയ്തത്, ആ വിഷയത്തിൽ ആ വ്യക്തിയോട് തന്നെ പോയിട്ട് ക്ഷമ ചോദിക്കുകയോ ആ വ്യക്തിയോട് തന്നെ പോയിട്ട്, അപ്പം നിങ്ങൾക്ക് എപ്പോഴും അതേ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു വിഷയം తెలిയോ, നിങ്ങൾ കുമ്പസാരിക്കും, ഞാൻ ഇങ്ങനെ വ്യക്തിയോട് വഴക്കാണ്, ഞാൻ അവരോട് സംസാരിച്ച് കഴിയാകുമ്പോൾ ഈ അച്ഛൻ പറയണത് എന്താണ്, നിങ്ങൾ കുറച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും. പക്ഷേ അതല്ലല്ലോ, അതേ പ്രവൃത്തി തന്നെ ചെയ്യണം. ആ വ്യക്തി ഏത് വ്യക്തിയോടാണ്, അല്ല ഏതെങ്കിലും വ്യക്തിയോടല്ല. വലതുകാലം മുറിഞ്ഞതിന് നിങ്ങൾ ഇടതുകാലം കൊണ്ട് ഡോക്ടറിനെ കാണിക്കരുത്. അതും വേണമെങ്കിൽ പുള്ളിക്കാരൻ ഓപ്പറേറ്റ് ചെയ്ത് അവിടെ കെട്ടിത്തരും. വലതുകാലം മുറിഞ്ഞാൽ വലതുകാലം തന്നെയാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. നിങ്ങൾ അതേ പ്രവൃത്തികൾ തന്നെ ചെയ്യുവേൻ, അവിടെയാണ് സത്യസന്ധത വരണത്. അപ്പം നിങ്ങൾ വൈഫിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈഫിനെ വിളിച്ചുകൊണ്ട് വരണം. ഒരു മാർഗ്ഗമില്ല എൻ്റെ അകത്ത്. വിളിച്ചാൽ വന്നില്ലെങ്കിലോ അത് നിങ്ങളുടെ പ്രശ്നം തീർന്നല്ല. അതിനാലേ അത് അവളുടെ കാര്യമായില്ലേ, അതവരുടെ കാര്യമായില്ലേ. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സഭയോട് പറഞ്ഞാൽ മതി. സഭയെപ്പോലും അവിടെ മാനിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് കർത്താവിനെ അറിയാത്ത ആളെപ്പോലും ആകട്ടെ എന്ന് എടുത്തെടുക്കണം പറയും. എല്ലാത്തിനും കറക്റ്റ് മറുപടി അല്ലേ ഈശോൻ്റെ അടുത്തുള്ളത്, എല്ലാത്തിനും മറുപടി ഉണ്ട്. അപ്പം നിങ്ങൾ വിളിച്ചെന്ന് വരുത്തി തീർത്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പം ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ തരേണ്ടത് ദൈവമാണ്. നുറുങ്ങിയ ഹൃദയത്തിനുള്ള ആപ്ലിക്കേഷൻ അവിടെ നിന്ന് തരണം, കർത്താവ് തരണം. പശ്ചാത്താപവും ആപ്ലിക്കേഷൻ അവിടെ നിന്ന് തരണം. എങ്ങനെ തരും? നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കാണിക്കണം. മാർക്ക് ലിസ്റ്റ് കാണിച്ചാൽ മാത്രമേ നിങ്ങൾ ആ കോഴ്സിന് എലിജിബിൾ ആണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ല വഴിയെ പോകണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് വേണോ, കർത്താവിന് കൃപ വേണോ, അത് സ്വീകരിക്കാനുള്ള എലിജിബിലിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടോ, യോഗ്യതയുണ്ടോ എന്ന് വെക്കണം. അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്താണെന്നറിയാമോ? എൻ്റെ മക്കളെ, വളരെ എളുപ്പമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളില്ലേ, ഇല്ലേ? ഉപപ്രവർത്തനം വെച്ചാൽ ഈ ആതുര സേവനങ്ങളും പാവത്തങ്ങളെ സഹായിക്കുന്നതും ആയിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ, അതുപോലെ സുവിശേഷ കൈമാറ്റമില്ലേ, ഇതെല്ലാം നിങ്ങൾ ഒരു നുറുങ്ങിയ ഹൃദയത്തിൻ്റെ യോഗ്യതയ്ക്ക് വേണ്ടിയാണ് കാഴ്ചവെക്കേണ്ടത്. കർത്താവ് എനിക്ക് ദൈവകൃപ പ്രവർത്തിക്കാൻ യോഗ്യമായ ഒരു ഹൃദയം തരുന്നതിന് വേണ്ടി ഞാൻ ഈ കർത്താവിൻ്റെ വചനപത്രങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു. കർത്താവ് എനിക്ക് പശ്ചാത്താപം നൽകുന്നതിന് വേണ്ടി ഞാൻ ഈ വചനപത്രങ്ങൾ ദൈവത്തിന് ജനങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ ഈ രണ്ട് ഉദ്ദേശത്തോടും കൂടിയായിട്ട് നിങ്ങൾ ഇൻറ്റൻഷൻ ചെയ്താൽ അത് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ആദ്യമേ എൻ്റെ മക്കൾ വിചാരിക്കണം, എനിക്ക് ദൈവത്തോട് കർത്താവേ എനിക്ക് നിത്യമായി നിൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ എന്നെ സഹായിക്കണമെന്നാണ്. ഇപ്പം നിങ്ങൾ പറയണത് എന്താണ്? എനിക്ക് കാനഡയിൽ പോകാൻ കർത്താവ് അങ്ങോട്ട് കടത്താൻ വേണ്ടി കർത്താവ് ഒരു ഊന്നുകാരനായിട്ടാണ് നോക്കണത്. കർത്താവ് ഒരു വള്ളക്കാരനായിട്ട് എന്നെ കപ്പൽ കയറ്റി അങ്ങോട്ട് വിടാനാണ് പറയണത്. ആ പരിപാടിയാണെങ്കിൽ നടക്കത്തില്ല സംഭവം. മറിച്ച് എന്നുവെച്ചാൽ എളുപ്പം നടക്കണമെങ്കിലുള്ള മാർഗ്ഗം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ.
പ്രാർത്ഥിച്ച്. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിലെ ജീവിതകാലം മുഴുവൻ ജീവിക്കുവാൻ എനിക്ക് പശ്ചാത്താപത്തിന് യോജിച്ച ഫലങ്ങള് പുറപ്പെടുവിക്കാൻ എന്നെ സഹായിക്കണം. അച്ഛന്റെ പ്രാർത്ഥനയിലൂടെ വന്നൊരു സാധനമാണത് അല്ലേ? എന്താണ്? അതാണ് വെളിപാടെന്ന് പറയണത്. കർത്താവ് വചനം നൽകുന്നത് നയിക്കണം ഇങ്ങനെയാണ്. മത്തായി 3:8 മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. അതാ വിഷയം. ഫലം പുറപ്പെടുവിക്കണമെന്നല്ല പറഞ്ഞിരിക്കണത്. എന്താ പറഞ്ഞിരിക്കണത്? മാനസാന്തരത യോജിച്ച ഫലമാണ്. അതെന്താണ്? നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് നിങ്ങൾ അധപ്പതിച്ചത്, അതേ പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലമാണ്. മാനസാന്തരത്തിന് പറ്റിയ ഫലമല്ല, അതിന് യോജിക്കുന്ന, അതുമായിട്ട് സിങ്കാകുന്ന ഫലങ്ങളാണ് ഉണ്ടാകേണ്ടത്. അപ്പം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്താൽ മാനസാന്തരം ഉണ്ടാകത്തില്ലെന്ന് അർത്ഥം. നമുക്ക് തോന്നിയ പരിപാടി ചെയ്താലേ മാനസാന്തരം ഉണ്ടാകത്തില്ല. മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് തോന്നിയ പരിഹാരം ചെയ്ത കാര്യമില്ല. അതിനോട് സിങ്കാകുന്ന രീതിയിൽ, ആ സിങ്കാകുന്നത് എന്താണ്? എവിടുന്ന് അധപ്പതിച്ചതെന്ന് അറിയണം. എന്നിട്ട് അതേ പ്രവർത്തനം ചെയ്യുമ്പോഴാണ് യോജിച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. കൈയടിച്ച് കർത്താവിന്റെ ഹല്ലേലൂയ. ദൈവാനുഗ്രഹം നേടുന്ന ഒരു സമയമാണിത്. നമ്മുടെ കൃപാസനത്തിൻ്റെ സാക്ഷികൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നുറങ്ങിയ ഹൃദയത്തോടെ കർത്താവിനെ അറിയണം, അനുഗ്രഹം പ്രാപിക്കണം. ഇവിടെ വന്നാൽ കർത്താവ് നിങ്ങളെ സഹായിക്കും എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടും അതിനുവേണ്ടി കടം മേടിച്ചൊക്കെ വന്ന ആൾക്കാരുണ്ട്. ഒരു കുഞ്ഞിനെ പോലും കർത്താവ് വെറുതെ വിടത്തില്ല. കർത്താവിൻ്റെ വചനത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കാണ്, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്ന് വീഴുമെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാം, കർത്താവ് ഒരു കുഞ്ഞിനെ പോലും വെറും കൈയോടെ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ല. കൈയടിക്കട്ടെ, മക്കളെ. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ രോഗമുള്ളിടത്ത് കൈകൾ മാറ്റി മാറ്റി പ്രാർത്ഥിക്കണം. രണ്ടാമത്തത്, യഥാർത്ഥ രോഗിയുടെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു, അവർ കിടക്കയിലാണ്, ഐസിയുലാണെന്ന് വിചാരിച്ചു, അവർക്ക് എന്താണ് രോഗമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോഴും കൃപാസനം അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ അവരെ സുഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാഗത്ത് കൈകളെ വെച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ, നിന്റെ തിരുമുറിവാർന്ന വലതുകര ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, സാമ്പത്തിക തകർച്ച നേരിടുന്നവരെ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ഓഫർ ലെറ്റർ വന്നതിന് ശേഷം മെൻറ്റൽ പ്രൊസീഡിങ്സ് ഇല്ലാത്തവർ, പരീക്ഷ എഴുതിയവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ആ റിസൾട്ട് മോശമായി പോയവർ, റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ, കർത്താവെ, കടകമ്പോളം നടത്തുന്നവർ, കൂടുതൽ വ്യവസായങ്ങൾ നടത്തുന്നവർ, വ്യാപാര വിഷയങ്ങൾ നടത്തുന്നവർ, കസ്റ്റമേഴ്സ് ഇല്ലാത്ത ബിസിനസ്സുകാർ, എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ, ജപ്തി നടപടി നേടുന്നവർ, ഈശോ നിന്റെ തിരുവരുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കുന്ന മാർഗ തടസ്സങ്ങൾ, ജീവ ദുരിതങ്ങൾ, ജീവ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ, പാപത്തിൽ പെട്ടുപോയവർ, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർ, ഈശോ വസ്തു വിൽക്കാനുള്ളവർ, ഇങ്ങനെ പലതരത്തിൽ കുടുങ്ങി പലതരത്തിൽ ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ തൽക്കാലത്തെ കർത്താവെ പെട്ടുപോയവരെല്ലാം കർത്താവെ നീ വിടുവിക്കണേ പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടി അവിടെ ആധ്യാത്മിക ജീവിതം പരിപക്വമാകുന്നതിന് വേണ്ടി, സുവിശേഷത്തിൻ്റെ ദൈവാനുഭവത്തിലൂടെ സാക്ഷികളായി മാറുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. സൗ
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ മനസ്സിൽ അറിയാവുന്ന ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാത്തവരെ യേശുവെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ തടിമുറവാർന്ന വലതുകരത്താൽ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. നിന്റെ തിരുമുറവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങളുടെ അടുത്തേക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ചൂടനുഭവിക്കുന്നവരും അതുപോലെ രോഗങ്ങൾ വിട്ടുമാറുന്നവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിന്നിലേക്ക് ആവശ്യിക്കുന്നു. അപസ്മാര രോഗികൾ, ഒട്ടിസം രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവെ അവരെ ഉച്ചമുതൽ ഉള്ളം കാല് വരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, എഴുന്നേറ്റ് നടക്കാത്ത കുഞ്ഞുങ്ങളെ, കടന്നു കിടപ്പായ രോഗികൾ എല്ലാം കർത്താവ് അടിപ്പഴ പോലെ വൈതാക്കാലം ഒരു ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനിതക തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തെ മാറിപ്പോകട്ടെന്ന് കൽപ്പിക്കുന്നു. ഭവനെ കർത്താവ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, നെഞ്ചിന് വേദനയുള്ളവർ, ഹൃദയത്തിന് ശ്വാസകോശങ്ങൾക്കെല്ലാം തടസ്സങ്ങളുള്ളവർ, കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ. ഹൃദയത്തിന് വാലുകൾ തടസ്സങ്ങൾ മാറട്ടെ. എപ്പിലെപ്സി രോഗികൾ കർത്താവെ, അതുപോലെ വലിവ് രോഗികൾ, അസ്മ രോഗികൾ കർത്താവെ, സിസ്റ്റ് രോഗികൾ, മുഴകളുള്ളവർ, പിസിയോടി രോഗികൾ, പിസ്തുല രോഗികൾ, അരിസ്റ്റസ് രോഗികൾ, അൾസർ രോഗികൾ, കർത്താവിൻ്റെ ബാധ രോഗികൾ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അനുഗ്രഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ മൗന പ്രാർത്ഥന സമയം. കാരണം നമ്മൾ വലിയൊരു ധ്യാനം കൂടിയിട്ടാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടി നിൽക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, അവർ 3 ദിവസമായി എൻ്റെ കൂടെ കൂടിയിട്ടെന്ന്. കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നവരെ കർത്താവ് വരും കൈയോടെ പറഞ്ഞുവിടത്തില്ലെന്നുള്ള സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛനിവിടെ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. വഴക്കുകൾ, കലഹങ്ങൾ, ഭിന്നതകൾ, ഭിന്നിച്ച് താമസിക്കുന്നവർ, കുഞ്ഞുങ്ങൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് വിസ പുതുക്കി കിട്ടാത്തവർ, വീട്ടിലെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഏത് രീതിയിൽ കൊണ്ടുപോകും, അവരെന്ത് പഠിപ്പിക്കും, എവിടെ ജോലി കിട്ടും അവർക്കെന്നറിയാൻ പാടില്ലാതെ, അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും ഒരേ കാര്യം തന്നെ ഒരു കൊല്ലമായി തർക്കിക്കുന്ന, സംസാരിക്കുന്ന, തീരുമാനമെടുക്കാത്ത കുടുംബങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് ഈ ആഴ്ചയിൽ അവർ തീരുമാനമെടുക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെങ്കിലും വരണേ സ്വരത്തിൽ പാടുക. സാമ്പത്തിക തകർച്ചയുള്ളവര്, കടക്കണിൽ അകപ്പെട്ടിരിക്കുന്നവര്, രക്ഷപ്പെടാൻ മാർഗമില്ലാത്തവര്, ആരും സഹായിക്കാനില്ലാത്തവര്, ആലംബമില്ലാത്തവര്, കർത്താവേ, അമ്മയെ, പരിശുദ്ധമേ, ദേവമാതാവേ, 7 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിനും ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവര്, വർഷങ്ങളായ മരുന്ന് കഴിക്കുന്നവര്, വർഷങ്ങളായ ആശുപത്രിയും ഡോക്ടർമാരെ മാറി മാറി നടക്കുന്നവര്, അവിടെ ജനിതക തടസ്സങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും
വിട്ടുമാറുന്നതിന് വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, എൻ്റെ പിതാവേ, അങ്ങനെ മക്കൾ അങ്ങനെ ദിവസം കണ്ണീരായി നിൽക്കുകയാണ്. അവരെ ചൊരിഞ്ഞ കണ്ണുനീരിന് കാരണതയും കണക്കുമില്ല. അവരെ ആശ്വസിപ്പിക്കാൻ ഇടമില്ല, ഓടി ഒളിക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞേക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ തന്നെ മക്കൾ, മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത മക്കൾ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ, വിവാഹം ഒത്തുവരാത്തതിൻ്റെ പേരിൽ പള്ളിപ്പോലും മക്കൾ പോകാതെ ഇരിക്കുന്ന മക്കളുണ്ട്. അവർക്ക് ഓടി ഒളിക്കാൻ ഇടമില്ലാത്ത മക്കളുണ്ട്. അവരുടെ എല്ലാ കണ്ണുനീരുകളും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഒളിച്ച് താമസിക്കുന്ന പോലെ സമൂഹത്തിൽ നിന്ന് ഒളിച്ച് താമസിക്കുന്ന മക്കളുണ്ട്. ഈശോ, അവരെ നീ പാതാളത്തിൽ ഇറങ്ങി കൂട്ടിക്കൊണ്ടു വന്നതുപോലെ കർത്താവേ, മനുഷ്യൻ്റെ പാതാളങ്ങളിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവിനെ ഉയർത്തുന്നേപ്പിൻ്റെ ശക്തി നിന്റെ ഇരുട്ടറകളിലേക്ക് പ്രവേശിക്കട്ടെ. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ജീവിതാവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കട്ടെ. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ